السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا همة الشهدر لنا بهذا المحضر ولتأتي في بنظرة تأتي لنا بالظفر. اللهم إني أستودعك جميع ما أنظره في هذا الكتاب حتى ترده علي في وقت احتياجي إليه. കഴിഞ്ഞ ആഴ്ച നമ്മൾ സയ്യിദ്ന ഷെയ്ഖ് അഹമ്മദ് തിജാനി റളിയല്ലാഹു തങ്ങൾ മുഹറം മാസത്തിൽ കുത്തുബാനിയത്തിന് എത്തിച്ചതും മഹാനവറുകൾ ആ ഒരു മക്കാം എത്തിച്ചത് അർഫയിൽ വെച്ചാണെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു വിശദീകരിച്ചത്. അതിനെ തുടർന്ന് കുത്തുബാനിയത്തുൽ ഉലമ എന്ന മക്കാമിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് ബഹുമാനപ്പെട്ട അറബി ബിൻ ഷാഹി റളിയല്ലാഹു അൻഹു തങ്ങൾ കുറച്ചും കൂടി വിശദമായി പ്രതിപാദിക്കുന്നതിൻ്റെ ഒരു ഭാഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്നും അതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് വായിക്കാം. ഇനിയും തുടർന്നും കുത്തുബാനിയത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്നത്തോടു കൂടി നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും തോന്നില്ല. കുത്തുബാനിയത്തുൽ ഉലമ എന്ന മക്കാമ് അത് അത്രയും പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ടും അത് മനസ്സിലാക്കലും അത് തേടലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മീയ യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ടായിരിക്കണം ബഹുമാനപ്പെട്ടവർ അത് ഇത്രയും വിശദീകരിച്ചത്. മാത്രമല്ല ബഹുമാനപ്പെട്ട അറബി ബിൻ ഷാഹി റളിയല്ലാഹു അൻഹു തങ്ങൾ ആ കുത്തുബാനിയത്തുൽ ഉലമ എന്നുള്ള മക്കാം അലങ്കരിച്ചൊരു മഹാനും കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ആവുമല്ലോ കൂടുതലും ആ കാര്യത്തെക്കുറിച്ച് അറിയുക. ഇൻഷാ അല്ലാഹു സയ്യിദ്ന ഷെയ്ഖ് റളിയല്ലാഹു അൻഹു തങ്ങളെയും അവിടത്തേക്ക് ശേഷം ആ മക്കാം അലങ്കരിച്ച ഉന്നതരായ തിജാനി മശായിഖന്മാരൊക്കെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് ഇസ്തിഖാമത്ത് നൽകട്ടെ. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നടത്തിയത് കുത്തുബ് ഒരു സ്ഥിരമായ മക്കാമിൻ്റെ ഉടമയായിരിക്കും. അദ്ദേഹം ഹാലുകൾക്കനുസരിച്ച് ആ ഹാലുകളെ പിടികൂടുന്ന ഒരാളായിരിക്കില്ല. അദ്ദേഹം ഒരുപാട് അത്ഭുത കൃത്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കില്ല എന്നൊക്കെ ആയിരുന്നു. അതിൻ്റെ തുടർഭാഗമാണെന്നും പറയുന്നത്. വൽ ഖുതുബു മുനസ്സഹുൻ അനിൽ ഹാൽ. കുത്തുബാനിയത്തിലെത്തിയൊരു മഹാൻ അദ്ദേഹം ആത്മീയമായ ഹാലുകൾ ഇങ്ങനെ മാറി മറിയുന്നതിനെ തൊട്ട് സുരക്ഷിതനായ ഒരാളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഹാലിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. സാധാരണ ആത്മീയ യാത്ര ചെയ്യുന്ന ആളുകൾ ഓരോ സമയങ്ങളിൽ വ്യത്യസ്ത ഹാലുകളായിരിക്കും, പ്രത്യേകിച്ച് ഉന്നതരായ മശായിഖന്മാരൊക്കെ. എന്നാൽ കുത്തുബാനിയത്തിലെത്തിയ ഒരു മഹാനെ നമുക്ക് അങ്ങനത്തെ ഒരു ഹാലുകൾ മാറി മറിയുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിൽ കാണാൻ പറ്റില്ല. സ്വാബിത്തും ഫിൽ ഇൽം, അദ്ദേഹം ഇൽമിൽ അടിയുറച്ചാടായിരിക്കും. ഞാൻ ഈ പറയുന്ന വാക്കുകളിലൂടെയൊക്കെ നമ്മുടെ ഷെയ്ഖനെ എങ്ങനെ കണ്ണോടിച്ചാൽ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി വ്യക്തമായി നമുക്ക് കൺമുമ്പിൽ കാണാൻ പറ്റും. കാരണം ഷെയ്ഖ് അവറുകൾ ഒരിക്കലും അവിടുത്തെ ഒരു ഹാല് മാറുന്ന നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ എത്ര വർഷമായി, 10 വർഷത്തിലേറെയിൽ ഷെയ്ഖിനെ കാണാൻ തുടങ്ങിയിട്ട് നമുക്ക് എപ്പോഴും ഏതെങ്കിലും സമയത്ത് അവർക്കൊരു പ്രത്യേക ഒരു ഹാലിങ്ങനെ മാറിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പലപ്പോഴും അവിടുത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവർക്ക് മാനുഷികമായ ചില ഭാവപ്പകർച്ചകൾ അവരിൽ നിന്ന് കാണാൻ സാധിക്കുന്നല്ലാതെ വേറെ പ്രത്യേകമായൊരു ഹാല് മാറ്റം നമുക്ക് ഷെയ്ഖ് അവറുകളുടെ അടുത്ത് നിന്ന് കാണാൻ സാധിക്കില്ല. കാരണം ഒരു സാബിത്തം ഫിൽ ഇൽം, അവർ ഇൽമിൽ അടിയുറച്ചവരാണ്. മഷ്ഹൂറും ഫി, ആ ഒരു വിഷയത്തിൽ അവർ പ്രശസ്തരാണ്. അവർ അടിയുറച്ച മക്കാമുള്ളവരാണെന്നുള്ള വിഷയത്തിൽ. ഇനി ഫൈനത്തലാഹുല്ലാഹു അലാമാ യകൂൻ, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ കുറിച്ച് വെളിവാക്കി കൊടുത്താൽ, അതിനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അവർക്ക് വെളിവാക്കി കൊടുത്താൽ, അഖബറ ബിഹി അലാ ജിഹത്തിൽ ഇഫ്തിഖാരി വൽ മിന്നത ലില്ലാഹ്, അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹം എന്ന അടിസ്ഥാനത്തിൽ അള്ളാഹുവിനോടുള്ള പരിപൂർണമായ തേട്ടവും ആവശ്യകതയും മുൻനിർത്തിക്കൊണ്ടായിരിക്കും അവരത് പറയുക. അല്ലാതെ ലാ അലാ ജിഹത്തിൽ ഇഫ്തിഖാർ, അല്ലാതെ എനിക്കൊരു മറഞ്ഞ കാര്യം അറിയാൻ പറ്റി എന്ന രൂപത്തിൽ
ആളുകളെ മുമ്പിൽ ഗർവ് നടിക്കാൻ, പൊങ്ങച്ച് നടിക്കാനായിരിക്കില്ല ആ കാര്യം അവർ സംസാരിക്കാം. അവർക്കൊരു കാര്യം അള്ളാഹു വെളിവാക്കി കൊടുത്താൽ, ഇനി സംഭവിക്കാൻ പോകുന്നൊരു കാര്യം വെളിവാക്കി കൊടുത്താൽ അത് ആളുകളോട് പറയൽ അള്ളാഹു അവർക്ക് നൽകിയൊരു അനുഗ്രഹം എന്ന അടിസ്ഥാനത്തിൽ ആളുകളോട് പറയൽ അവർക്ക് ഉത്തരവാദിത്തമാണ് എന്ന അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും അവരത് പറയാം. ലാ തുത്വാലഹു അർദുൻ, അവർക്ക് ഭൂമി ചുരുക്കപ്പെടൂല. ഭൂമി ചുരുക്കപ്പെടൂല എന്ന് പറഞ്ഞാൽ സാധാരണ ഔലിയാക്കന്മാർക്കൊക്കെ ഉണ്ടാകുന്നൊരു സംഭവമാണിത്. അവർ കുറഞ്ഞ സ്റ്റെപ്പ് കൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളതും ദൂരം അവർക്ക് വേണ്ടി ചുരുക്കപ്പെടുക എന്നുള്ളതും. അവരിങ്ങനെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് കോഴിക്കോടാണ്, നാളെ തിരുവനന്തപുരത്ത്, അവിടുന്ന് മക്കത്തേക്ക് പോവുക, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാനും ഏത് സമയത്തും ഒരു സ്റ്റെപ്പ് കൊണ്ട് തന്നെ വേറെ സ്ഥലത്ത് എത്തിച്ചേരാനും ഒക്കെ കഴിവുണ്ടാവുക എന്നുള്ളത് അവരുടെ ഒരു ഈ ഔലിയാക്കന്മാർക്കുള്ള ഒരു കറാമത്താണ്. എന്നാൽ കുത്തുബാനിയത്തിലെത്തിയ മഹാൻ ലാ തുത്വാ ലഹുൽ അർദ്, അവർക്ക് ഭൂമി ചുരുക്കപ്പെടൂല. അതായത് അവരങ്ങനെ ഈ കുറഞ്ഞ ദൂരം കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാനും ചെയ്യുന്നൊരു ടൈപ്പ് ആൾക്കാരല്ല. അങ്ങനെ അവർ ചെയ്യില്ല. നമുക്ക് കാണില്ലേ, ഷെയ്ഖൊക്കെ ഫ്ലൈറ്റൊക്കെ ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നു, കാറിൽ പോകുന്നു, ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുന്നു. എന്താ നമ്മളായിരിക്കും ഔലിയാക്കന്മാരല്ലേ, അവർക്ക് ഒറ്റ സ്റ്റെപ്പ് ചെയ്താൽ പോലെ എന്തിനത്ര കഷ്ടപ്പെട്ട് ഫ്ലൈറ്റൊക്കെ ഉപയോഗിച്ചിട്ട് പോകണത്, അതിനൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കുമല്ലോ. യാത്ര ബാലഹുല്ലാർന്ന് അവർക്ക് ഭൂമി ചുരുക്കപ്പെടൂല. ഞാൻ ചുരുക്കപ്പെടൂല എന്നുള്ള അർത്ഥത്തിലല്ല, അവർ സാധാരണ അവസ്ഥയിൽ നിൽക്കുന്നതിലായിരിക്കും അവർ തൃപ്തിപ്പെടുക, അള്ളാഹു അവർ വിഷയത്തിൽ തൃപ്തിപ്പെടുക. വല യംഷി ഫിൽ ഹവാഇ വല അലൽമ, അവർ ആകാശത്തിലൂടെ പറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കൂല. വല അലൽമ, വെള്ളത്തിലൂടെ ഇങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്നതും. അങ്ങനെ നമ്മൾ ആകാശത്തൂടെ പറക്കുന്ന ഔലിയാക്കന്മാർ, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന ഔലിയാക്കന്മാർ, ഇങ്ങനെ അത്ഭുതങ്ങളൊന്നും ഈ കുത്തുബാനിയത്തിലെത്തിയ മഹാൻ ഉണ്ടാവില്ല. വലാ യഅ്കുലു മിൻ ഐരി സബബിൻ, ഒരു കാരണങ്ങളിലൂടെ അല്ലാതെ, അതായത് സബബ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ആകാശത്തു നിന്ന് ഇങ്ങനെ ഒരു ആപ്പിൾ എടുക്കുക, മുന്തിരി എടുക്കുക, പഴങ്ങളൊക്കെ ആകാശത്ത് കൊണ്ടുവരിക, ഭക്ഷണമൊക്കെ ബിരിയാണിയൊക്കെ ആകാശത്ത് കൊണ്ടുവരിക, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ അവർക്ക് കറാമത്ത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുപോലെ അല്ല ഈ വലിയ ഉണ്ടാവുക. അവർ ഈ സബബിലൂടെ അല്ലാതെ ഹോട്ടലിൽ പോയി ക്യൂ നിന്ന് ടോക്കനൊക്കെ എടുത്ത് അവിടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പൈസ കൊടുത്ത് ബാക്കി പൈസ വാങ്ങി, അങ്ങനെ സാധാരണ എങ്ങനെയാണോ ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നത് അതുപോലെ അവർ ഭക്ഷണം കഴിക്കുള്ളൂ. ചിലപ്പോൾ വീട്ടിലെ ഭാര്യമാരോടൊക്കെ പറഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവരുണ്ടാക്കുന്ന കാത്തു നിന്ന് അവരുണ്ടാക്കി അവരെ ഹെൽപ്പ് ചെയ്ത്, അങ്ങനെ സാധാരണ എങ്ങനെയാണോ മനുഷ്യന്മാർ കഴിക്കൽ അതുപോലെ അവർ കഴിക്കുള്ളൂ. അല്ലാതെ ആകാശത്തു നിന്ന് കുത്തുബാണെന്ന് കരുതിയിട്ട് ആകാശത്തു നിന്ന് ഭക്ഷണം എടുക്കുന്ന പരിപാടിയല്ല അവരെ രീതി. വല യത്റാഉ അലൈഹി ഷൈഉൻ മിൻ ഹവാരിഖിൽ അദാത്ത്, അതുപോലെ തന്നെ കറാമത്തുകളിൽ നിന്ന് അത്ഭുത കാര്യങ്ങളിൽ നിന്നൊന്നും അവരിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. വലിയ വലിയ അത്ഭുത കൃത്യങ്ങളൊന്നും അവർ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റില്ല. ഇത് ഉന്നതരായ അവസ്ഥകളുടെ എത്തിച്ച കുത്തുബാനിയത്തിലെത്തിച്ച ആളുകളുടെ അവസ്ഥയാട്ടോ. മിമ്മാതക്കറന, നമ്മൾ മുമ്പ് പറഞ്ഞ ഈ പറഞ്ഞ കാര്യങ്ങൾപ്പെട്ട അത്ഭുത കാര്യങ്ങളൊന്നും അവരിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. ഇല്ലാ നാദിറൻ, എന്നാൽ തിരെ കാണൂല എന്നല്ല, റയർലി നമുക്ക് കാണാം, വളരെ അപൂർവമായി നമുക്ക് കാണാൻ സാധിക്കും. അംരിൻ യോ അയ്യിദുൽ ഹഖു ഫയഫ്അലു, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കുന്ന ചില സമയങ്ങളിൽ അള്ളാഹിൻ്റെ സഹായത്തോടെ അവരത് ചെയ്യും. അവർക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല, അള്ളാഹു അത് അവരുടെ അടുത്ത് നിന്ന് വെളിവാക്കിയത് കൊണ്ട്. പക്ഷേ അപ്പോഴും അതൊരു വലിയ അവരുടെ എന്തോ അത്ഭുത കാര്യമായിട്ട് ഇങ്ങനെ പറയുന്നില്ല. വലാ യകൂനു ദാലിക മത്ലൂബൻ ലിൽ ഖുതുബ്, എന്നാൽ കുത്തുബ് ഇതിനെ ആഗ്രഹിക്കൂല. അപ്പോൾ ഈ കറാമത്തുകൾ എപ്പോഴെങ്കിലും സംഭവിച്ചാൽ തന്നെ കുത്തുബ് ഒരിക്കലും തനിക്കത് സംഭവിക്കണം, എനിക്കറിയണം എന്നും ആഗ്രഹിക്കുക. നമ്മളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ ആരാണിത് ചെയ്തതെന്ന് എനിക്കറിയണം, അതൊന്ന് എങ്ങനെയെങ്കിലും ഇപ്പോൾ എന്താ ഇപ്പോൾ അതിന് പോകാൻ വഴി നമ്മൾ ചിന്തിക്കുക. എന്താണ് ഇപ്പോൾ അതിൻ്റെ എങ്ങനെ ഇപ്പോൾ അത് അറിയാൻ നമുക്ക് പറ്റുക, എങ്ങനെ ഇപ്പോൾ അത് കണ്ടുപിടിക്കുക, ഓരോ രഹസ്യങ്ങളും അല്ലെങ്കിൽ ഓരോ ഇതൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ അറിയാം. ഈ അറിയുന്നതിൽ ഒരു ഹൈറും ഇല്ല, അറിയാതിരിക്കുന്നതിലാണ് ഹൈറ്.
അതുകൊണ്ടാണ് ഉന്നതരായ മഹത്തുക്കളൊക്കെ അറിയരുതേ എന്ന് വിചാരിക്കുക. അറിയാതെ അറിയാതിരുന്നാൽ എന്ത് കൂളായിട്ട് നടക്കാം. എല്ലാം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഭയങ്കര പ്രയാസമാണ്. ഇപ്പം നമ്മളൊരു മനുഷ്യൻ, നമ്മൾ വീട്ടിൽ നിൽക്കുകയാണ്, ഒരു ഭാര്യയും ഭർത്താവ് ചിന്തിക്കുന്നതൊക്കെ ഭാര്യ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ഭാര്യ ചിന്തിക്കുന്നതൊക്കെ ഭർത്താവ് അറിഞ്ഞാലുള്ള അവസ്ഥ എന്താ? ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമോ? മക്കൾ ചിന്തിക്കുന്നത് ഉമ്മ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താ? വാപ്പ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താ? സഹോദരങ്ങൾ അറിഞ്ഞാലുള്ള അവസ്ഥ എന്താ? എനിക്ക് ഭയങ്കര പ്രയാസവും പിന്നെ മുന്നോട്ട് ജീവിക്കാൻ. പിന്നെ അതുകൊണ്ടാണ് അല്ലാഹു തആല ഇപ്പോൾ നമ്മൾ അറിയരുതേ, നമ്മൾ അറിയാതിരിക്കണേ എന്നാണ് ആളുകളൊക്കെ, മഹത്തുക്കളൊക്കെ ചിന്തിക്കുക. എനിക്ക് ആ കാര്യങ്ങൾ അറിയരുതേ, അറിയാതിരിക്കുന്നതാണ് നല്ലത്. അതിൻ്റെ സൗന്ദര്യം ഏതുപോലെ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ഔറത്ത് നമ്മൾ കാണരുതേ എന്ന് വിചാരിക്കുന്ന പോലെയാണ്. ഔറത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ എന്തോ പോലെയല്ലേ, അവർക്കും എന്തോ പോലെ നമുക്കും എന്തോ പോലെ. അതുപോലെയാണ് അവർ മറച്ചു വെച്ചത് കാണരുതേ, അറിയരുതേ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പം അതാണ് ഒരു കുത്തുബിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ തേടൂല. അവരിതൊക്കെ അറിയാൻ ആഗ്രഹിക്കൂല, ചെയ്യാൻ ആഗ്രഹിക്കൂല, ഒന്നുമില്ല. അവർ സാധാരണ മനുഷ്യന്മാരെ പോലെ നടക്കും. യജൂ ഇൽതിറാറൻ ലാ ഇഖ്തിയാറൻ. അവർ ആവശ്യത്തിന് മാത്രമേ അവരുടെ ളറൂറത്തിന് മാത്രമേ അവർ വിശക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ആ ഇഖ്തിറാർ അവർ തിരഞ്ഞെടുക്കുന്നൊന്നല്ല അത്. അതായത് അവർ സ്വന്തമായി എനിക്കിപ്പോൾ വിശക്കണം എന്ന് വിചാരിക്കുന്നതോ ഒന്നല്ല. അവർക്ക് സാധാരണ മനുഷ്യന്മാരെ പോലെ വിശക്കും, ആ സമയത്ത് ഒരു ഭക്ഷണം കഴിക്കും, ദാഹിക്കുമ്പോൾ അവർ ആ സമയത്ത് വെള്ളം കുടിക്കും. അങ്ങനെ വയസ്ബിറു അല നിക്കാഹ് കദാലിക്. അതുപോലെ തന്നെ അവർ നിക്കാഹിൻ്റെ വിഷയത്തിലും അവരതുപോലെ ക്ഷമ കൈകൊള്ളും. അപ്പം നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു, അവരുടെ ഒരു പ്രത്യേകതയിൽപ്പെട്ടതാണ് അവരൊരുപാട് നിക്കാഹ് കഴിക്കുന്നുള്ളതും നിക്കാഹിനെ ഭയങ്കരമായിട്ടും കല്യാണം കഴിക്കാൻ ഭയങ്കരമായി ആഗ്രഹിക്കുന്നുള്ളതും. അതവരുടെ ഒരു നഫ്സ് എന്നുള്ള ചിന്ത അല്ല. ആ ഒരു കാര്യം അള്ളാഹുവിലൂടെ അവർക്കുള്ള യാത്ര കുറച്ചും കൂടി എളുപ്പമാക്കും. അള്ളാഹുവിൻ്റെ ബോധ്യത്തിലായി അവർക്ക് കൂടുതൽ നിലനിൽക്കാൻ സാധിക്കും. അതിലൂടെ പരിശുദ്ധമായ ശരീഅത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും മാരിഫത്തിൻ്റെയും ഒക്കെ പിന്നെ കടമകൾ വേണ്ട രൂപത്തിലൊക്കെ നിർവഹിക്കാൻ സാധിക്കും എന്ന് അവർ മനസ്സിലാക്കിയിട്ടാണ് അവർ കൂടുതൽ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു ഹാലും അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ അത് ആഗ്രഹിക്കുകയും കൊതിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അങ്ങനെ ആഗ്രഹിച്ച് കൊതിക്കുന്നുണ്ടെന്ന് കരുതിയിട്ട് അവർ അക്ഷമരായിട്ട് ഇങ്ങനെ നടക്കല്ല. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പെണ്ണ് കിട്ടണം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന ആൾക്കാരാവില്ല അവർ. കാരണം യസ്ബിറു അലാ നിക്കാഹ് കദാലിക്. അവർ നിക്കാഹിൻ്റെ വിഷയത്തിൽ ക്ഷമ കൈകൊള്ളുന്നവരായിരിക്കും. അപ്പോൾ അവർക്ക് ഉദ്ദേശിച്ച 4 പെണ്ണൊന്നും അവർ കെട്ടാൻ പറ്റിയിട്ടില്ലെങ്കിലും അവർക്കത് ക്ഷമിക്കുന്നവരായിരിക്കും. ലിയാദമിൽ തൗൽ. അതിന് വേണ്ട ഇപ്പോൾ പെണ്ണ് കെട്ടുക എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പോൾ ഉപജീവനത്തിന് കൊടുക്കണ്ടേ, അവർക്ക് ചിലവിന് കൊടുക്കണ്ടേ, ആരോഗ്യം വേണമല്ലോ, സമയം വേണമല്ലോ, ഇതൊക്കെ ഉണ്ടാവണ്ടേ. അതൊക്കെ ഉണ്ടാവില്ല പെണ്ണുകെട്ടിൽ നടക്കുള്ളൂ. അപ്പോൾ അതിനൊന്നുള്ള വഴി അവരുടെ മുമ്പിൽ ഇല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്വത്ത് അവരെടുത്തില്ല, മഹർ കൊടുക്കാനുള്ള പൈസ അവരെടുത്തില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട പെണ്ണിനെ കിട്ടാത്ത സാഹചര്യം വന്നു, അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ അവരിങ്ങനെ അതിന് വെപ്രാളപ്പെട്ട് നടക്കുന്നതല്ല. പെണ്ണ് കെട്ടാൻ ആഗ്രഹം വെച്ചാൽ പെണ്ണിന് പിന്നെ അവർ നടക്കില്ല. അവരെന്ത് ചെയ്യുമല്ലോ, അതിൽ യാതൊരു അതിന് വേണ്ട ഒരു മാർഗങ്ങൾ അവരുടെ മുമ്പിൽ തെളിയാത്തത് കൊണ്ട് അവരതിൽ ക്ഷമിക്കുന്നവരായിരിക്കും. കാരണം യഅലമു മിൻ തജല്ലി നിക്കാഹ്. അവർക്കറിയാം നിക്കാഹിൻ്റെ വിഷയത്തിലുള്ളൊരു തജല്ലി. മാ യുഹദ്ദിദുഹു അലാ ത്വലബി വ തഅശ്ശുഖ ബി. കല്യാണം കഴിക്കുന്നതുകൊണ്ടൊക്കെ കല്യാണം കഴിക്കുന്നതിലൂടെ അവർക്ക് അനുഭവിക്കുന്ന അള്ളാഹുവിൻ ഭാഗത്തു നിന്നുള്ളൊരു തജല്ലി ഉണ്ട്. അത് കല്യാണം കഴിക്കാഞ്ഞാൽ കിട്ടൂല. തീരെ കല്യാണം കഴിക്കാഞ്ഞാൽ കിട്ടൂല. കല്യാണം കഴിക്കുന്നതിനനുസരിച്ച് അവർക്ക് അള്ളാഹുവിൻ്റെ തജല്ലിയിൽ നിന്ന് ഒരുപാട് അനുഭവിക്കാൻ സാധിക്കും. ആ ഒരു കാര്യമാണ് അവരെ പ്രേരിപ്പിക്കുന്നത് കല്യാണം കഴിക്കാൻ, അത് തേടാൻ വേണ്ടിയിട്ട്. തഅശ്ശുഖ ബിഹി. അതിലേക്ക് ഭയങ്കരമായി ഇഷ്ക് വെക്കാൻ, ഭയങ്കരമായി ആഗ്രഹിക്കാൻ അവരെ കൊതിപ്പിക്കുന്നതാണ്. കല്യാണം കഴിക്കുന്നതിലൂടെ അവർക്ക് അനുഭവിക്കുന്ന ആത്മീയമായ തജല്ലിയാണ് ആ കല്യാണം കഴിക്കുന്നതിലേക്ക് അവരെ ഭയങ്കരമായി കൊതിപ്പിക്കുന്നത്. ഫൈന്നഹു ലാ യുഹഖിഖു ലഹു വലാ ലിഐരിഹി മിനൽ ആരിഫീൻ ഉബൂദിയത്തിൻ അക്സർ. അതായത് അവർ കുത്തുബാനിയത്തിലെത്തിയവർ മാത്രമല്ല, കുത്തുബാനിയത്തിലെത്തിയവരും മറ്റ് ആരിഫീങ്ങളും പൊതുവായ ആരിഫീങ്ങളും അവർക്ക് കല്യാണം അധികരിപ്പിച്ച് കഴിക്കുന്നതിലൂടെ കിട്ടുന്നത്
അതുകൊണ്ട് അവർക്ക് അനുഭവപ്പെടുന്ന ഉബൂദിയത്ത് അത് വേറൊന്നും കൊണ്ട് അവർക്ക് കിട്ടൂല. മിമ്മായ ഹക്കലഹു ഫിനിക്ക ഫിൽ അഖതാബി വൽ ആരിഫീൻ. അഖതാബീങ്ങൾക്കും ആരിഫീങ്ങൾക്കും, ഉന്നതരായ അഖതാബീങ്ങൾക്കും ആരിഫീങ്ങൾക്കും കല്യാണം കഴിക്കുന്നതിലൂടെ, കല്യാണം അധികരിപ്പിക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ആത്മീയമായ തജല്ലി, അവർക്ക് കിട്ടുന്ന അവർക്ക് നിൽക്കാൻ പറ്റുന്ന ഉബൂദിയത്തിൻ്റെ അവസ്ഥ, ഉബൂദിയത്ത് വർദ്ധിക്കുന്നൊരവസ്ഥ, അത് കഴിക്കാഞ്ഞാൽ അവർക്ക് കിട്ടൂല എന്നവർക്കറിയാം. എന്നാലും അവർക്ക് കല്യാണം കഴിക്കാനുള്ള ഭൗതികമായ അവസ്ഥകൾ അവർക്കില്ലെങ്കിൽ, മഹർ കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ, അതിനുള്ള ആരോഗ്യം ഇല്ലെങ്കിൽ, അതിനുള്ള സമയം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ പെണ്ണ് കിട്ടുന്നില്ലെങ്കിൽ, ഇതുകൊണ്ടൊക്കെ അവരെന്ത് ചെയ്യും? അവർ ക്ഷമിക്കും. അല്ലെങ്കിൽ അതിന് പിന്നാലെ നടക്കുന്നൊരവസ്ഥ അവർക്ക് ഉണ്ടാവില്ല. പക്ഷെ അവരതിനെ ഭയങ്കരമായി ആഗ്രഹിക്കും. മിമ്മായ തോലുമിന ബിനാദിക്രഹോ. നമ്മളിതിനെപ്പറ്റി കുറേ പറഞ്ഞാൽ ഇതിങ്ങനെ ദൈർഘിപ്പിച്ച് പോകും. ഇതന്നെ വലിയൊരു വിഷയമാണ്. ഷെഹറുകൾ പറയാണ്, അതായത് ഇങ്ങനെ കല്യാണവും ആരിഫീങ്ങളുടെ അവസ്ഥയും കുത്തുബാനിയത്തും ഒക്കെ വലിയ വിഷയമാണ്. അതിനെപ്പറ്റി ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ കുറേ പറയേണ്ടി വരും. അന്നൽ അർള ഇന്ധന ഫിഹാദൽ മക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പറയുന്നത് മാ യുഷീറു ഇല മാരിഫത്തി ഹഖീഖത്തുൽ കുത്തുബാനിയ, കുത്തുബാനിയത്തിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില കാര്യങ്ങളാണല്ലോ. അപ്പോൾ അതിൽ ഈ കാര്യം വന്നുകൊണ്ട് അത് പറഞ്ഞത് മാത്രം, അത് മാത്രം വിശദീകരിക്കാൻ നമുക്ക് ഒരുപാട് നീണ്ടുപോകും. അപ്പോൾ അതിലേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല എന്ന്. ഇതൊക്കെ ആരിഫീങ്ങളുടെ അവസ്ഥയാണെങ്കിൽ ഈ ആരിഫീങ്ങളുടെ ഇപ്പോൾ കറാമത്ത് കാണിക്കൂല എന്ന് പറയുന്നൊരവസ്ഥ, അവരതിനെ പ്രതീക്ഷിക്കില്ല എന്നുള്ള അവസ്ഥ, എപ്പോഴും സാധാരണക്കാരായി ജീവിക്കാൻ പറ്റുന്നുള്ള അവസ്ഥ, ഇതൊന്നും ഒരു വലിയ നിന്ന് നമ്മൾ നാടന്മാർ പ്രതീക്ഷിക്കുന്നില്ല. നാടൻ മനുഷ്യന്മാർ പ്രതീക്ഷിക്കുന്ന എന്തൊക്കെയോ അത്ഭുതങ്ങൾ കാണിക്കും, അവരാണ് വലിയ ആൾക്കാർ എന്നാണ്. അതുപോലെ തന്നെ നമ്മൾ അവരുടെ നിന്ന് പ്രതീക്ഷിക്കുന്ന അവർ ഭൗതികമായ ഭയങ്കര വിരക്തിയിലായിരിക്കും. ഭൗതിക സൗകര്യങ്ങളൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവരൊന്നും കല്യാണമൊന്നും തിരികെ കഴിക്കില്ല. കഴിച്ചാൽ തന്നെ അത്യാവശ്യത്തിന് മാത്രം അതിൽ ഒതുങ്ങി ജീവിക്കും, വേറെ ഒന്നിലേക്കും പോവില്ല. ഇതൊക്കെ നമ്മൾ അവരെ പറ്റി കരുതിയത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ആരിഫീങ്ങളുടെയും അഖതാബീങ്ങളുടെയും ഒക്കെ ഒരവസ്ഥ. അവരല്ലാഹു വെച്ചിട്ടുള്ളത് വേറൊരവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അവർ മനസ്സിലാവില്ല. ഇതാണ് ശരിക്കും ആൾക്കാർക്ക് അവരെ മനസ്സിലാക്കുന്നതിൽ നിന്നുള്ള മറയായി നിൽക്കുന്നത്. കാരണം ഇതൊക്കെ ആൾക്കാർ മോശപ്പെട്ട കാര്യങ്ങളായിട്ടും സാധാരണക്കാരുടെ അവസ്ഥകളായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഉന്നതരായ ആരിഫീങ്ങൾക്ക് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുമ്പോൾ അവർ വിചാരിക്കും ഇതൊക്കെ എന്താ മോശം കാര്യം, ഇവരൊന്നും വലിയ ആൾക്കാരല്ല, കാരണം ഇതൊക്കെ സാധാരണക്കാരുടെ വിശേഷണങ്ങളല്ലേ എന്നാണ് അവർ കരുതുക. ഒമിൻ കലാം ഷെയ്ഖ് സയ്യിദി അലിൽ ഹവാസ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാക്കുകളിൽപ്പെട്ടതാണ്. മിംബാദി അജ്വാബിഹി, അദ്ദേഹത്തിൻ്റെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരത്തിൽപ്പെട്ടത്. ആരിഫ് ബില്ലാഹി തആല ഷെയ്ഖ് അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു തങ്ങൾ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷെയ്ഖായ സയ്യിദി അലി ഹവാസ് റളിയല്ലാഹു അൻഹു തങ്ങൾ നൽകിയ ഉത്തരത്തിൽപ്പെട്ടതാണ് നസ്സുഹു, ഈ പറയുന്ന ഉദ്ധരണി. എന്താണ്? അമ്മൽ കുത്തുബിയ്യത്ത്, കുത്തുബാനിയത്തിൻ്റെ സ്ഥാനം ഫജല്ലത്ത്, അത് വളരെ ഉന്നതമാണ്. കുത്തുബാനിയത്തിൻ്റെ സ്ഥാനം അത്യുന്നതമാണ്. അയ്യക്കൂമു മഖാമഹൽ അഹ്വത്ത് ഇല്ലാ മനിത്തസഹവിയ, അത് ഏറ്റവും നല്ല സ്വഭാവവിശേഷണങ്ങളുള്ള, നമ്മളറിയുന്ന ഏറ്റവും ഉന്നതമായ വിശേഷണങ്ങളൊക്കെ അടങ്ങിയ, ഏറ്റവും മഹത്തരമായ എല്ലാ കാര്യങ്ങളും അടങ്ങിയ ആളുകൾക്ക് പോലും അത് ഉൾക്കൊള്ളാൻ പറ്റൂല. അതിൻ്റെ സ്വഭാവത്തിന് അള്ളാഹു ഉദ്ദേശിച്ച ആൾക്കാരല്ലാതെ. അപ്പോൾ നമ്മൾ അദ്ദേഹം നല്ല വ്യക്തിത്വമുള്ള മഹാനാണ്, അദ്ദേഹത്തിന് ഒരുപാട് ഇബാദത്തുണ്ട്, അദ്ദേഹത്തിന് ഒരുപാട് അറിവുണ്ട്, അദ്ദേഹം ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അള്ളാഹു ചില വിശേഷണങ്ങൾ കൊണ്ട് സ്ഥിരപ്പെടുത്തിയ ആളുകൾക്കല്ലാതെ അതിലേക്ക് എത്തി നോക്കാൻ ആർക്കും സാധിക്കില്ല, അദ്ദേഹം എത്ര വലിയ ആളാണെങ്കിലും ശരി. ഖദ് ദക്കറ ഷെയ്ഖ് മുഹീദ്ദീൻ സയ്യിദി അബ്ദുൽ ഖാദർ ജിലാനി, ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന്നൽ കുത്തുബി സിത്തത അശറ ആലമൻ ഇഹാത്തിയൻ, കുത്തുബ് 16 ലോകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് കുത്തുബ്. അദ്ദുനിയ വല്ലാഹിറത്തു വമാ ഫീഹിമ ആലമുൻ വാഹിദുൻ ഹാദിഹിൽ അവാലിം. കുത്തുബ് 16 ലോകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ ഈ ദുനിയാവും ആഹിറോ ആ ലോകങ്ങളിൽ വെച്ച് ഒന്ന് മാത്രമാണ്. ഇങ്ങനൊക്കെ ജീവിക്കുന്ന, സാധാരണക്കാരനായി ജീവിക്കുന്ന, ഒരു അത്ഭുതവും കാണിക്കാത്ത കുത്തുബ് അള്ളാഹുവിൻ്റെ ലോകങ്ങളിലെ 16 ലോകങ്ങളെയും ഉൾക്കൊള്ളുന്നുണ്ട്. അതിലെ ദുനിയാവ് ആഹിറൊക്കെ ഒന്ന് മാത്രമേ പെടുന്നുള്ളൂ എന്ന് പറയുമ്പോൾ കുത്തുബിൻ്റെ ഒരു കോംപ്ലക്സിറ്റി, സങ്കീർണത എത്രയായിരിക്കും.
ഒരു ഭാഗത്ത് സാധാരണക്കാരൻ മറുഭാഗത്ത് ഈ ലോകം പ്രപഞ്ചം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരവസ്ഥ. ഇത് രണ്ടും കൂടി മാച്ചാകുമ്പോൾ അതാണല്ലോ വലിയ അത്ഭുതം എന്ന് പറയുന്നത്. ഇതിൻ്റെ കുറിപ്പിൽ റാദിക്കനും തങ്ങൾ പറയുന്നൊരു ഭാഗം വായിക്കാം. ഖുത്ബാനിയത്ത് എന്ന ആശയത്തെക്കുറിച്ച് വന്നിട്ടുള്ള ഏറ്റവും മഹത്തായ കാര്യങ്ങളിലൊന്ന് മഹാപണ്ഡിതനായ ഇബ്നു മശീർ റളിയല്ലാഹു അൻഹു അൽ ജാമി എന്ന ഗ്രന്ഥത്തിലെ 183 പേജിൽ പരാമർശിച്ചിട്ടുള്ള സയ്യിദ്നാ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാക്കുകളാണ്. എല്ലാ കോണിലൂടെയും ഏത് അർത്ഥത്തിൽ നോക്കുമ്പോഴും രൂപത്തിലോ ആശയത്തിലോ അനുഭൂതിയിലോ യാതൊരുവിധ ന്യൂനതകളുമില്ലാത്ത പൂർണ്ണത കേവലം 3 പദവികൾ മാത്രമാണ് വെളിപ്പെടുന്നത്. അതായത് ഏത് വശത്തിലൂടെ നോക്കിയാലും, ഏത് അർത്ഥത്തിലൂടെ നോക്കിയാലും, ഏത് ആത്മീയമായ അനുഭൂതിയിലൂടെ നോക്കിയാലും, ഏത് ആശയത്തിലൂടെ നോക്കിയാലും 3 പദവികൾക്ക് മാത്രമേ പരിപൂർണത ഉണ്ടാവുള്ളൂ. അതേതാണ്? അത് ഒന്നാമത്തത് റിസാലത്തിൻ്റെ റസൂൽ എന്ന പദവിയാണ്. രണ്ടാമത്തത് നുബൂവത്തിൻ്റെ പദവിയാണ്, നബി എന്നുള്ള പദവിയാണ്. മൂന്നാമത്തെ കുത്തുബാനിയത്താണ്. ഒരു റസൂലിന് നബിക്ക് കുത്തുബിന് ഈ 3 പേർക്കും ഏത് ഭാഗത്തോട് നോക്കിയാലും ഒരു ന്യൂനത ആർക്കും കാണാൻ പറ്റില്ല. അപ്പോൾ ഈ കാലഘട്ടത്തിലും കുത്തുബാനിയത്തിലെത്തിയ ഒരാൾക്ക് ഒരു ന്യൂനത ആർക്കും കാണാൻ പറ്റില്ല. തീർച്ചയായും ഇവയിൽ ന്യൂനതയുടെ യാതൊരു രൂപവുമില്ല. എന്നാൽ അവശേഷിക്കുന്ന പദവികൾ ന്യൂനത പ്രകടമായേക്കാം. അതിന് താഴെയുള്ള ആളുകളിലൊക്കെ ചിലപ്പോൾ ന്യൂനത കണ്ടേക്കാം. ഈ 3 പദവികൾ ഏതെങ്കിലും ഒരു ന്യൂനതയുടെ ലക്ഷണം ഒരു മുരീദിന് അനുഭവപ്പെടുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഷെയ്ഖ് കുത്തുബാണെന്ന് കരുതാം. ആ കുത്തുബാനിയത്ത് എത്തിച്ച ഒരു ഷെയ്ഖിൻ്റെ മുരീദ് ഷെയ്ഖിനെന്തോ കുറവുണ്ട് എന്ന് വിചാരിക്കുന്നുണ്ടെന്ന് കരുതാം. അപ്പം എന്താ ഇപ്പോൾ ഷെയ്ഖ് രാത്രി മുഴുവൻ ഇബാദത്ത് ചെയ്യുന്നില്ല, ഇപ്പോൾ കിടന്നുറങ്ങുകയാണല്ലോ, അല്ലെങ്കിൽ എന്താ ഷെയ്ഖിനെന്താ നല്ല കാറൊക്കെ ഉണ്ടല്ലോ, എന്തിനും ഇപ്പോൾ ഇത്ര വലിയ കാറിലൊക്കെ സഞ്ചരിക്കണത്, എന്താ ഷെയ്ഖിന് അങ്ങനെ ഷെയ്ഖ് എന്താ ഇത്ര വലിയ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്നത്, അങ്ങനെയൊക്കെ തുടങ്ങി അങ്ങനത്തെ ചോദ്യങ്ങളുണ്ടാവില്ലേ. അപ്പോൾ മുരീദ് കരുതുന്ന അതൊക്കെ വലിയ ന്യൂനതയാണെന്ന്. അങ്ങനെ ന്യൂനത ഉണ്ടെങ്കിൽ ആ ന്യൂനത തന്നെയാണ് ഏറ്റവും വലിയ പൂർണ്ണത. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ന്യൂനതയാണെന്ന് കരുതുന്ന കാര്യമാണ് ഏറ്റവും വലിയ പൂർണ്ണത. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്കാണ് ന്യൂനത, അദ്ദേഹത്തിന് ന്യൂനതയല്ല. അപ്പോൾ നിങ്ങളുടെ പെർസെപ്ഷൻ, നിങ്ങളുടെ കാഴ്ചപ്പാടാണ് മാറ്റേണ്ടത്, അല്ലാതെ കുത്തുബിൻ്റെ കാഴ്ചപ്പാടല്ല. നിങ്ങൾ കുത്തുബിന് എന്തോ ന്യൂനത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും ന്യൂനത ഉണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യമായി പേച്ചു. അദ്ദേഹത്തിനൊരു ന്യൂനതയില്ല, അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് പരിപൂർണത. ഒരാൾക്ക് തൻ്റെ അജ്ഞത കാരണമാണ് അതൊരു ന്യൂനതയായി തോന്നുന്നത്. താൻ ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ചില ആളുകളുടെ അവസ്ഥ എന്താണ്? അള്ളാഹുവാണ് സത്യം, അവരെക്കാളൊക്കെ അള്ളാഹുവിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്നവനും അവനെ ഭയപ്പെടുന്നവനും ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകൾ ഇതിന് വിരൽ ചൂണ്ടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം കഴിക്കുന്നു, ഭാര്യമാരുമായി സല്ലപിക്കുന്നു, കിടന്നുറങ്ങുന്നു, നോമ്പ് നോക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിശ്വാസങ്ങൾ ചെയ്യുന്നുണ്ട്. ചില ആൾക്കാർ വിചാരിക്കും എന്താ വിശ്വാസങ്ങൾ കുറേ ഭാര്യമാർ കൂടൊക്കെ, എന്താ വിശ്വാസങ്ങൾ കുറേ ചിലപ്പോൾ ഒക്കെ കിടന്നുറങ്ങണത്, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുന്നത്, എന്തിനാ അങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കുന്നത്, എന്തിനാണ് വിശ്വാസങ്ങൾ ഒരുപാട് നോമ്പ് നോക്കാത്ത, എന്താ ഇടക്കാണല്ലോ നോമ്പ് നോക്കുന്നത്. അപ്പോൾ ഇന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തിക്കുന്ന ആൾക്കാണ് പ്രശ്നം. വിശ്വാസങ്ങൾ ചെയ്യുന്നതാണ് അതിൻ്റെ പരിപൂർണത. ആ ചിന്തിക്കുന്ന ആളുടെ അടുത്താണ് ന്യൂനത. അതുപോലെ തന്നെയാണ് എല്ലാ കാലഘട്ടത്തിലെയും കുത്തുബാനിയത്തിലെത്തിയ മഹാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വീക്ഷിക്കുമ്പോൾ ആ വീക്ഷിക്കുന്ന ആളുടെ വീക്ഷണത്തിനാണ് പ്രശ്നം. അത് അദ്ദേഹത്തിനൊരു ന്യൂനത ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ ഒരു കുത്തുബിനും ന്യൂനത ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മളുടെ അളവുകോൽ വെച്ചിട്ട് ന്യൂനത അളക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞതിൻ്റെ സാരം. കുത്തുബിന് ന്യൂനത ഉണ്ടാവില്ല, അപ്പോൾ ന്യൂനതയായി നമ്മൾ എണ്ണുന്നത് എന്താ? ഒന്നാമത്തെ ന്യൂനത അദ്ദേഹം എന്നും നോമ്പ് നോക്കുന്ന ആളായിരിക്കണം, നോമ്പ് നോക്കുന്നില്ല ന്യൂനതയാണ്. രണ്ടാമത്തെ ന്യൂനത അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ആയിരിക്കണം. മൂന്നാമത്തെ അദ്ദേഹം സംഗീതം കേൾക്കാൻ പാടില്ല, കേട്ടാൽ അത് ന്യൂനതയാണ്. നാലാമത്തെ അങ്ങനെ കുറേ സാധനം നമ്മൾ എഴുതിയിട്ടുണ്ടാവും. ഈ സാധനങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ കുത്തുബിനെ അളക്കാൻ പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഫുൾ ന്യൂനതയാണ്, ഞാൻ പോട്ടെന്ന് വിചാരിക്കേണ്ടി വരും. കുത്തുബാനിയത്തിനെ നോക്കുമ്പോൾ അതിനൊരു ന്യൂനത ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അതിനെ അളക്കാൻ ഉപയോഗിക്കുന്ന നമ്മളെ അളവ് പോലെയാണ് ന്യൂനത ഉള്ളത്, അദ്ദേഹത്തിന് ന്യൂനതയില്ല. ഈ വിഷയത്തെക്കുറിച്ച് മഹാനായ പണ്ഡിതൻ ഇമാം ശുക്കൈറി റളിയല്ലാഹു അൻഹു തങ്ങൾ തൻ്റെ യവാഖീത്തുൽ മആനി എന്ന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: ആത്മീയ അനന്തരാവകാശം അനുസരിച്ച് 3 പദവികൾ ന്യൂനത കണ്ടെത്താനാവില്ല.
കുത്തുബിൻ്റെ പദവി, നബിയുടെ പദവി, പദവികൾ വെച്ച് ഏറ്റവും ഉന്നതമായ റസൂലിൻ്റെ പദവി എന്നിവയാണവ. അവയുടെ ബാഹ്യമായ അവസ്ഥകളിൽ വല്ല ന്യൂനതയും വെളിപ്പെട്ടാൽ അതിൽ തന്നെയാണ് ഏറ്റവും വലിയ പരിപൂർണത കുടികൊള്ളുന്നത്. ഏറ്റവും മനോഹരമായ കാഴ്ചകളെക്കുറിച്ചുള്ള നോക്കുന്നവൻ്റെ അജ്ഞത കാരണമാണ് അവനത് ന്യൂനതയെ അനുഭവപ്പെടുന്നത്. ശരിക്കും പരിപൂർണതകളെ അവന് മനസ്സിലാകാത്തതുകൊണ്ടാണ് അത് ന്യൂനതയായിട്ടാണ് അനുഭവപ്പെടുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. ഒമിൻ അജുവിബത്തിൽ മദ്കൂറ, പിന്നെ മുകളിൽ പറയപ്പെട്ട ഉത്തരങ്ങളിൽ പെട്ടതാണ് അന്നല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു തആല ഇദാ അറാദ ഇൻസാല ബലാഅൻ ഔ അംറൻ ഷദീദൻ, അല്ലാഹു തആല ഒരു ബലാഇനെ, അതായത് ഒരു ബുദ്ധിമുട്ടിനെ, ഒരു പ്രയാസത്തെ, ഒരു പരീക്ഷണത്തെ ഇറക്കാൻ ഉദ്ദേശിച്ചാൽ, ഓ അമ്രൻ ഷദീദിൻ അല്ലെങ്കിൽ ഒരു കഠിനമായ എന്തെങ്കിലും ഒരു കാര്യത്തെ അള്ളാഹു ഇറക്കാൻ ഉദ്ദേശിച്ചാൽ, തലക്കാഹുൽ ഖുതുബു ബി കബൂലിൻ വ ഖൗഫിൻ, അത് നേരെ സ്വീകരിക്കുന്ന ആൾ ഒരു കുതുബായിരിക്കും. കുതുബ് അതിനെ സ്വീകരിക്കുക പൂർണ്ണമായ സ്വീകാര്യതയോടുകൂടിയും പേടിയോടുകൂടിയായിരിക്കും. അള്ളാഹു ഇവിടെ ദുനിയാവിലേക്ക് ഒരു പരീക്ഷണവും ഒരു പ്രയാസവും ഒക്കെ ഇറക്കാൻ ഉദ്ദേശിച്ചാൽ അത് സ്വീകരിക്കുന്ന ആൾ കുതുബായിരിക്കും. പേടിയോടുകൂടി അദ്ദേഹം അത് സ്വീകരിക്കും. സുമ്മ യന്ദുറുമാ ളുഹിറുല്ലാഹു തആല, പിന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അദ്ദേഹത്തിന് വെളിവാക്കിയ കാര്യങ്ങൾ വെച്ച് അദ്ദേഹം അത് നോക്കും. മിൻ അൽവാഹിൽ മഹവി വൽ ഇസ്ബാത്ത്, അള്ളാഹിൻ്റെ ലൗഹുൽ മഹ്ഫൂദിൽ മഹവിൻ്റെയും ഇസ്ബാത്തിൻ്റെയും 2 ടൈപ്പ് ലൗഹുണ്ട്. ഒന്ന് നമുക്ക് മായ്ക്കാൻ പറ്റുന്നതാണ്, ഒന്ന് മായ്ക്കാൻ പറ്റാതെ സ്ഥിരപ്പെട്ടതുമാണ്. അപ്പോൾ ഈ കാര്യം, ഈ ബലാഗ്, ഈ ഒരു പരീക്ഷണം, ഈ ഒരു ബുദ്ധിമുട്ട്, ഈ ഒരു തീവ്രത, ഇത് മായ്ക്കപ്പെടാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന് കുത്തുബ് നോക്കും. അദ്ദേഹത്തിന് വെളിവാക്കിയ അനുസരിച്ച് വയ്യ സലാസുമിയാത്ത വസിത്തൂന ലൗഹൻ, അങ്ങനെ 360 ലൗഹ് അള്ളാഹുവിനുണ്ട്. അതിലേക്ക് നോക്കും. അത് മായ്ക്കപ്പെടാൻ പറ്റുന്നതാണോ അതോ സ്ഥിരപ്പെട്ടതാണോ നോക്കും. ഫൈൻ ലഹറ ലഹു മഹവുൻ തബ്ദീൽ, അപ്പോൾ അത് മായ്ക്കപ്പെടാൻ പറ്റുന്നതും തിരുത്തപ്പെടാൻ പറ്റുന്നതാണെങ്കിൽ നഫദഹു ബി ഖദാ ഇല്ലാഹി തആല, അള്ളാഹു തആലയുടെ ഖദാ അനുസരിച്ച് അദ്ദേഹം അത് നടപ്പിൽ വരുത്തും. അതായത് മായ്ക്കും. ഒരു പ്രയാസം ഭൂമിയിലേക്ക് വരണം എന്ന് വിചാരിച്ചാൽ അത് കുത്തുബാണ് ആദ്യം അത് വാങ്ങിയിട്ട് കുത്തുബ് നോക്കും അത് മായ്ക്കാൻ പറ്റുകയാണ് കുത്തുബ് അത് മായ്ക്കും അള്ളാഹിൻ്റെ ഖദാവിനോട് കൂടി. അപ്പോൾ അല്ലാഹു ഫിൽ ആലം, അങ്ങനെ ഈ പ്രപഞ്ചത്തിലേക്ക് പിന്നെ കുത്തുബ് അത് കൊണ്ടുവരും. ബിവസാത്തത്തി അഹ്ലി തസ്ലീക്ക്, അതിൻ്റെ പ്രപഞ്ചത്തെ കൈകാര്യം ചെയ്യുന്ന ആളുകളിലൂടെ, അല്ലദീഹും ഹാസത്തുഹു, അപ്പോൾ ഈ പ്രപഞ്ചം കൈകാര്യം ചെയ്യുന്ന പ്രത്യേകക്കാരായ ആളുകളിലൂടെ അദ്ദേഹം അത് നടപ്പിൽ വരുത്തും. ഫയംഫദൂന ദാലിക്, അവർ അത് നടപ്പിൽ വരുത്തും. ഐറൽ ആലിമീൻ, പക്ഷെ അവർക്ക് അറിയൂല അന്നൽ അമ്ര മുഫാദുൻ അലൈഹിം മിനായിരിഹിം, വേറൊരാളാണ് തനിക്കത് തന്നതെന്ന്. അത് കുത്തുബിനാണിത് കിട്ടുക. കുത്തുബൻ ചെയ്യും, അത് മായ്ക്കാൻ പറ്റുന്നതാണ് മായ്ക്കും. എന്നിട്ട് മായ്ച്ചിട്ട് അള്ളാഹുവിൻ്റെ തീരുമാനത്തോടു കൂടി മായ്ച്ച് അത് ഈ ലോകത്തിൻ്റെ കൈകാര്യകർത്താക്കളായ മറ്റ് ഔലിയാക്കന്മാരിലേക്ക് കൊടുക്കും. അവരാണ് പിന്നെ അത് നടപ്പിൽ വരുത്തുക. പക്ഷെ അവരത് ഏറ്റെടുത്ത് നടപ്പിൽ വരുത്തുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല ഇത് വേറെ ആളത് അവർക്ക് തന്നതാണ്. അവർ വിചാരിക്കും അവർ അള്ളാഹുടെ അടുത്ത് നേരിട്ട് കിട്ടിയാണ്, വേറെ ആൾ തന്നാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ കുത്തുബ് അവന് മറിഞ്ഞെടുക്കും. കുത്തുബിന് എല്ലാവർക്കും അറിയണമെന്നില്ല. വൈൻ ലഹറലഹു അന്ന അമ്രു സാബിത്തുൻ, ഇനി ആ ഒരു കാര്യം ഉറപ്പിക്കപ്പെട്ടതാണെന്ന്, അതായത് മാറ്റത്തിരുത്തലിന് വിധേയപ്പെടാൻ പറ്റാത്തതാണ് എന്ന് അദ്ദേഹത്തിന് വെളിവായാൽ, അത് അള്ളാഹു ഒരിക്കലും അത് ഒഴിവാക്കൂല, മാറ്റാൻ അനുവാദം തന്നിട്ടില്ല എന്ന് മനസ്സിലായാൽ, ലാ ലഹ്മ മഹവഫി, അത് തിരുത്തപ്പെടാൻ പറ്റില്ല എന്ന് മനസ്സിലായാൽ, റഫാഹു ഇല അഖ്റബി അദദി വ നിസ്ബത്തിൻ മിൻ, അപ്പോൾ അദ്ദേഹം അത് എന്നോട് ഏറ്റവും അടുത്ത ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യും. വഹുമാ ഇമാമാൻ, അത് 2 ഇമാമുമാരാണ്. നമ്മളത് കഴിഞ്ഞ ദിവസം വായിച്ചിരുന്നു. ഒരു കുത്തുബിൻ്റെ ഇടത്തുമായിട്ട് 2 ഇമാമുമാരുണ്ടാവും. അപ്പോൾ അവരിലേക്ക് അത് കൈമാറ്റം ചെയ്യും. ഏതഹമ്മലാൻ, അവരതിനെ ചുമക്കും. അപ്പോൾ കുത്തുബ ആദ്യം അത് ചുമക്കാൻ നോക്കും. എന്നിട്ട് പിന്നെ അത് തൻ്റെ കീഴിലുള്ള 2 ആളുകളിലേക്ക് കൊടുക്കും.
അവർ ചുമക്കുന്നു. സുമ്മ ഇർഫ ആനിഹി ഇല്ലം ഇർത്തഫ, അവർക്കത് ചുമക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇലാ അഖറബി നിസ്ബത്തി മിൻഹ, അവരോട് ഏറ്റവും അടുത്ത ആൾക്കാരിലേക്ക് അവർ കൈമാറും. അതായത് ഈ ബലാവിനെ, ഈ പ്രയാസത്തിനെ അവരെന്നെ ചുമക്കാൻ ശ്രമിക്കുന്ന അർത്ഥം. നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു പ്രയാസം വന്നാൽ, അവിടുത്തെ കുടുംബനാഥൻ ചിലപ്പോൾ ആ പ്രയാസം ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ ചെയ്തോളാം കാര്യം എന്ന് പറയുമല്ലോ. ചെയ്തിട്ട് അദ്ദേഹത്തിന് കഴിയാത്തത് പിന്നെ അതിൻ്റെ തൊട്ടാളുകളെ വിളിക്കുള്ളൂ. അപ്പോഴും വിളിക്കുക ഏറ്റവും ബലഹീനമായ ആൾക്കാരൊന്നുമല്ല, മൂത്ത ആൺമക്കളൊക്കെ വിളിക്കും, അവരോട് വിളിക്കാൻ ചെയ്യാൻ പറയും. അതിനും പറ്റിയില്ലെങ്കിൽ പിന്നെ പെണ്ണുങ്ങളോട് വരാൻ പറയും, അതിനും പറ്റിയില്ലെങ്കിൽ കുട്ടികളോട് വരാൻ പറയും. അതായത് അവരുടെ കഴിവിനനുസരിച്ചാണ് അവർ വിളിക്കുക. ആദ്യം കുത്തുബനെ ഏറ്റെടുക്കാൻ നോക്കും അദ്ദേഹത്തിന്, പിന്നെ അദ്ദേഹം മറ്റേ അടുത്ത ആളിലേക്ക് കൈമാറും. അവർ താങ്ങാൻ നോക്കും, അവർക്കും പറ്റിയില്ലെങ്കിൽ പിന്നെ അടുത്ത ആളിലേക്ക് കൈമാറും. അക്കബർ നിസ്ബത്ത് മിൻഹു വഹുവ ഔതാദ്, പിന്നെ ഔതാദിലേക്ക് കൈമാറും. വഹാകഥ ഹത്തായ തനാബുലാഹലുദ ഇറത്ത് ജമിയാൻ, അങ്ങനെ അതിങ്ങനെ മറ്റുള്ളവരിലേക്കൊക്കെ കൈമാറിപ്പോവും. സുമ്മയില അഫ്രാദ്, പിന്നെ അഫ്രാദിങ്ങളിലേക്ക്, വൈരിമിനൽ ആരിഫീൻ, പിന്നെ ആരിഫീങ്ങളിലേക്ക്, ഇല ആഹദുൽ മൊമിനീൻ, പിന്നെ സാധാരണ മൊമിനീങ്ങളിലേക്കും. ഒമായുഹിസ്സു, അപ്പോൾ അതിങ്ങനെ കൈമാറി ലാസ്റ്റ് മൊമിനീങ്ങളെടുത്ത് എത്തുമല്ലോ. അത് ഈ ഓരോ ആരിഫീങ്ങൾ നമ്മൾ മുകളിലുള്ള ആൾക്കാർ ശരിക്കും മുകളിൽ നിൽക്കുന്നത് ഒരു പ്രൗഢിയുടെയും അഭിമാനത്തിൻ്റെയും മുകളിൽ നിൽക്കലല്ല. അവർ യഥാർത്ഥത്തിലുള്ള അള്ളാൻ്റെ ആളുകളാണെങ്കിൽ അവർ നമ്മളിലേക്ക് വരുന്ന പ്രയാസങ്ങളൊക്കെ അവർ താങ്ങുന്നുണ്ട്. അവരിൽ നിന്നും താങ്ങിയിട്ടും ബാക്കി വരുന്നതേ നമ്മളിലേക്ക് എത്തുന്നുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മളെന്തൊക്കെയോ വലിയ കഷ്ടപ്പാടിലാണ്. ഒരിക്കലും ഒരു മുരീദും വലിയ കഷ്ടപ്പാടിലൊന്നുമല്ല. അവരെ മുകളിലുള്ള ആൾ അവർക്ക് എത്രയോ ഇരട്ടി കഷ്ടപ്പാടില്ല. അവർക്ക് താങ്ങാൻ പറ്റാത്തത് ഇങ്ങനെ പുറത്തിങ്ങനെ ചിന്തിപ്പോലുണ്ട്. ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അവർക്ക് അത് ചിന്തിപ്പോകുന്നത് മാത്രമേ, പുറത്തേക്ക് ഇങ്ങനെ തുള്ളിപ്പോകുന്നത് മാത്രമേ അടുത്ത ആളിലേക്ക് എത്തുന്നുള്ളൂ. അപ്പോൾ മുകളിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ഇതിന് താങ്ങാൻ പറ്റുന്നു. മുകളിൽ നിൽക്കുന്ന ഒരു ആലങ്കാരിക സ്ഥാനമല്ല അത്. യഥാർത്ഥത്തിൽ മാരിഫത്തിൽ അള്ളാഹിൻ്റെ ആളുകളുടെ പറയുന്നത് കേട്ടോ, ഭൗതികമായ സ്ഥാനങ്ങളെ പറ്റിയല്ല. അത് വെറുതെ പറയുന്ന സ്ഥാനങ്ങളല്ല. ആ സ്ഥാനങ്ങൾക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ അവരിലേക്ക് അള്ളാഹു അത് ഇറക്കിയിട്ട് അവർക്ക് താങ്ങാൻ പറ്റണം. താങ്ങാൻ പറ്റാത്തത് മാത്രമേ അടുത്ത ആളിലേക്ക് പോവുള്ളൂ. അപ്പോൾ നമ്മൾക്കൊക്കെ മുരീദന്മാർക്ക് പ്രയാസങ്ങളും നേരിടുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളൊക്കെ മശായിഖന്മാർ, നമ്മൾ ഇടനിലക്കാരായ ഉന്നതരായ മുഖറബീങ്ങളായ മഹത്തുക്കൾ അവരൊക്കെ അത് ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ്. നമ്മളിലേക്കൊന്നും വന്നിട്ടില്ല. നമ്മൾ ആ സംരക്ഷണത്തിന് കീഴിലായിട്ട് ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട. ആ സംരക്ഷണത്തിൽ നിന്ന് എപ്പം വിട്ടുപോകുന്നു അപ്പോൾ മനസ്സിലാവും എത്രത്തോളം വലിയ പ്രയാസത്തിലായിരിക്കും പിന്നെ നമ്മൾ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ സാധാരണ മുസ്ലിമീങ്ങളിലേക്ക് വരെ അതെത്തും. വലാ യുഹിസു ബിഹി ബഅദുന്നാസ് ഹിമാലായ അരിഫുലഹോ സബബും മിൻ ദാലിക്. അപ്പോൾ അവരിലേക്ക് എത്തുന്ന ചില പ്രയാസങ്ങളുണ്ടാവില്ലേ, എന്തിനാ എനിക്ക് ആ പ്രയാസം വന്നതെന്ന് അറിയില്ല, അങ്ങനത്തെ തോന്നുന്ന ചില പ്രയാസങ്ങളുണ്ടാവില്ലേ. പെട്ടെന്നൊരു സങ്കടം വരിക, പെട്ടെന്ന് എന്തോ സംഭവിക്കുക അവർ വീട്ടിൽ കുടുംബത്തിൽ, അവർക്ക് എന്തൊരു വിഷമം ഉണ്ടാവുക, പ്രയാസങ്ങളുണ്ടാവുക. ഇതൊക്കെ ഇതുപോലത്തെ സാധനങ്ങളാണ്. അതായത് അവിടെ നിന്ന് ഇങ്ങനെ കൈമാറി മാറ്റപ്പെടാൻ പറ്റാത്തതായി വരുന്ന കാര്യങ്ങളാണ്. ഒരു കാരണമില്ലാതെ സംഭവിക്കുന്നത് ഇതുപോലത്തെ കാര്യങ്ങളാണ്. അത് കുത്തുബിലൂടെ കടന്നു വന്ന് അത് മാറ്റപ്പെടാൻ പറ്റാത്തതായിട്ട് വന്ന് അടുത്ത ആളിലേക്ക് കൈമാറി അവർക്കൊക്കെ താങ്ങാൻ പറ്റാത്ത മാത്രം അവസാനത്തേക്ക് എത്തി ഒരു മോമിന് അത് താങ്ങാൻ പറ്റുന്ന മോമിനിലേക്ക് എത്തുന്നെങ്കിൽ ലാസ്റ്റ് അവരൊക്കെ താങ്ങിയിട്ട് ബാക്കിയാണ്. അതന്നെ ചിലപ്പോൾ നമുക്ക് വലിയ പ്രയാസമുള്ള സാധനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സുമ്മക്കാല, പിന്നെ അവിടുന്ന് പറഞ്ഞു, ഫലോലം യഹ്മിലുൽ ഖുതുബ വ ജമാഅതുഹു ബലാഅൻ അനിൽ ആലം. ഈ പ്രപഞ്ചത്തിൽ നിന്ന് കുത്തുബും അദ്ദേഹത്തിൻ്റെ ജമാഅത്തും, അദ്ദേഹത്തിൻ്റെ ആരിഫീങ്ങളടങ്ങുന്ന ജമാഅത്തും ഈ പ്രപഞ്ചത്തിൽ നിന്ന് ബലാഗുകളെ, പ്രയാസങ്ങളുടെ, പരീക്ഷണങ്ങളെ താങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ, അപ്പോൾ കുത്തുബും അവരുടെ ജമാഅത്തുമാണ് ഈ പരീക്ഷണങ്ങളൊക്കെ താങ്ങുന്നത്. ആ കുത്തുബും അവരുടെ ജമാഅത്തും പരീക്ഷണങ്ങളും താങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ലതലാശൽ ആലമു ഫീ ലംഹത്തിൻ, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഈ പ്രപഞ്ചം തന്നെ ഇല്ലാണ്ടായി പോകുമായിരുന്നു. അത്രയും പ്രയാസങ്ങൾ വരുന്നത് അവർ താങ്ങുന്നുണ്ട്. അവർ താങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ഈ പ്രപഞ്ചം തന്നെ ഇല്ലാണ്ടാവുമായിരുന്നു. ഖാല അല്ലാഹു തആല, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലൗലാ ദഫഉല്ലാഹി الناس ബഅദുഹും ബിബഅദിൻ ലഫസദത്തിൽ അർദു വലാകിന്ന അല്ലാഹു ദു ഫദ്ലിൻ അലൽ ആലമീൻ.
വലൂലാ ദഫഉല്ലാഹിന്നാസ ബഅദുഹും ബിബഅദ്, ചിലരുടെ പ്രയാസങ്ങളെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു ചിലരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊന്നും അള്ളാഹു മാറ്റിയിട്ടില്ലായിരുന്നെങ്കിൽ ലഫസ്ദത്തിൽ അർദ്, തീർച്ചയായും ഭൂമി ഫസാദായി പോകുമായിരുന്നു. വലാക്കിൻ അള്ളാഹു ദുൽ ഫദ്ലിൻ അലൽ ആലമീൻ, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഭൂമിയോട്, പ്രപഞ്ചത്തിനോട് ഫദ്ൽ കാണിക്കുന്നവനാണ്, കൃപ കാണിക്കുന്നവനാണ്. വദക്കറ ആരിഫ് ബില്ലാഹി ഷാറാനി, ബഹുമാനപ്പെട്ട ഇമാം ആരിഫ് ബില്ലാ ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നുണ്ട് ഫിൽ മീസാൻ എന്ന കിതാബിൽ അൻബാദൽ മുഹഖിഖീൻ, ചില മഹത്തുക്കളായ ആരിഫീങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് എന്താ പറയുന്നത്, ഇന്നൽ ഖുതുബ ലാ യുഹീതു ബിമഖാമിഹി ബിനഫ്സിഹി, ഇന്നൽ ഖുതുബ, തീർച്ചയായും ഖുതുബ് ലാ യുഹീതു ബിമഖാമിഹി ബിനഫ്സിഹി, അദ്ദേഹത്തിന് സ്വന്തം മഖാമിനെ മനസ്സിലാവില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്വന്തം മഖാമിൻ്റെ വ്യാപ്തിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. ഫദ്ലൻ അൻ ഗൈരിഹി, അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ പറയാനുണ്ട്. ഖുതുബിന് സ്വയം അദ്ദേഹത്തിൻ്റെ മഖാമിൻ്റെ വലുപ്പം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവില്ല, പിന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുക എന്നുള്ളത് പറയാൻ പറ്റും, അത് ഒരിക്കലും മനസ്സിലാവില്ല. അതാലിക്ക, എന്തുകൊണ്ടാണത്? ദാലിക ലിഅന്ന സിഫാത്തുൽ ഖുതുബിയ്യത്തി ഫിൽ ഉബൂദിയ്യ, കാരണം ഖുതുബിൻ്റെ വിശേഷണം എന്താണ്? അത് ഉബൂദിയത്താണ്. അള്ളാഹുവിൻ്റെ പരിപൂർണമായ ഉബൂദിയത്തിൽ, അടിമത്വത്തിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. അതാണ് ഖുതുബിൻ്റെ വിശേഷണം. അദ്ദേഹമാണ് ഏറ്റവും വലിയ അടിമ. അപ്പോൾ ആ ഉബൂദിയത്ത് തുഖാബിലു സിഫാത്ത് റുബൂബിയ, അത് റുബൂബിയത്തിനോട് നേരെ ഓപ്പോസിറ്റായി നിൽക്കുന്ന ഒന്നാണ്. അള്ളാഹിൻ്റെ അടിമ, യജമാനൻ അടിമ, അങ്ങനെ പറയുന്നൊരവസ്ഥയാണ് ഉണ്ടാവുക. ഫഖമാ ലാ തൻഹസിറു സിഫാത്ത് റുബൂബിയ, റുബൂബിയത്തിന് പരിധി നിശ്ചയിക്കപ്പെടാത്തതുപോലെ ലാ തൻഹസിറു സിഫാത്തുൽ ഉബൂദിയ, ഉബൂദിയത്തിന് പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. അപ്പം ഖുതുബ് ഉബൂദിയത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ യജമാനനോട് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നതാണ് ഖുതുബ്, അടിമ. അപ്പോൾ അടിമക്ക് സ്വയം തന്നെ ആ അടിമയുടെ വലുപ്പം മനസ്സിലാവില്ല എന്ന് പറയാൻ കാരണം എന്താ? അള്ളാഹുവിനെ നമുക്കൊരു അള്ളാഹുവിൻ്റെ വലുപ്പം നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റാത്തതുപോലെ അതിനോട് ഓപ്പോസിറ്റ് നിൽക്കുന്ന പിന്നെ ഉബൂദിയത്തിൻ്റെ സിഫാത്തുകളും വിശേഷണങ്ങളും നമുക്ക് പരിമിതപ്പെടുത്താൻ പറ്റില്ല. കാരണം ഒരാൾ കണ്ണാടിയിൽ നോക്കണ പോലെയാണ് സംഭവം. ഒരാളെ നമുക്ക് വലുപ്പം നമുക്ക് കണക്കാക്കാൻ പറ്റില്ലെങ്കിൽ ആ കണ്ണാടിയിലുള്ള പ്രതിഫലനവും നമുക്ക് കണക്കാക്കാൻ പറ്റും ഇല്ലല്ലോ. അതേപോലെ വഖദ് സുഇല സയ്യിദി മൗലാന ഖുതുബുൽ ഫർദാനിയു അബുൽ അബ്ബാസ് സയ്യിദുന അഹമ്മദ് ബിൻ സയ്യിദുന മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു, സയ്യിദുന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കപ്പെട്ടു അൻ ഹഖീഖത്തുൽ ഖുതുബാനിയത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്. ഫഅജാബ ഫീ ഖൗലിഹി, മഹാനവറുകൾ ഇങ്ങനെ അതിനുത്തരം നൽകി. അൽ ഖുതുബാനിയത്തു ഹിയ ഖിലാഫത്തുൽ ഉലമാ, ഖുതുബാനിയത്ത് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഖലീഫ എന്നുള്ള പദവിയാണ്. അള്ളാഹിൻ്റെ ഏറ്റവും വലിയ ഖലീഫ എന്നുള്ളതാണ് ഖുതുബാനിയത്ത്. അനിൽ ഹഖ് തബാറക തആല, ഹഖ് സുബ്ഹാനഹു തആലയുടെ ഏറ്റവും വലിയ ഖലീഫ എന്ന് പറഞ്ഞാൽ പ്രതിനിധി. ഹഖ് സുബ്ഹാനഹു തആലയുടെ ഏറ്റവും വലിയ ഖലീഫയാണ് ഖുതുബാനിയത്ത്. മുത്തലഖൻ ഫീ ജമീ അൽ വജൂദ്, ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അള്ളാഹു അല്ലാത്ത എല്ലാത്തിലും ഉള്ള അള്ളാഹിൻ്റെ ഖലീഫയാണ് ഖുതുബാനിയത്ത്. ജുംലത്തൻ വ തഫ്സീലൻ, അതിൽ ഓരോന്നിനും പ്രത്യേകമായി എടുത്താലും ശരി, മൊത്തത്തിലെടുത്താലും ശരി, ഈ അല്ലാത്ത എന്തൊക്കെ ഇവിടെ ഉണ്ടോ അതിലേക്കൊക്കെ ഉള്ള അള്ളാഹിൻ്റെ ഖലീഫയാണ് ഖുതുബാനിയത്ത്. ഹൈസുമാ ഖാന റബ്ബൻ ഇലാഹൻ ഖാന ഹുവ ഖലീഫത്തൻ, എവിടെയൊക്കെ റബ്ബ് ഇലാഹായിട്ടുണ്ടോ അവിടെയൊക്കെ ഖുതുബ് ഖലീഫയായിട്ടുണ്ടാവും. ഫീ തസ്രീഫി ഹുക്മി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, അവൻ്റെ റബ്ബിൻ്റെ കൽപ്പനകൾ പിന്നെ നിയന്ത്രിച്ചുകൊണ്ട്, തുംഫീദിഹി, അതിനെ നിലവിൽ വരുത്തിക്കൊണ്ട്, ഫീ കുല്ലി മൻ അലൈഹിൽ ഉലൂഹിയത്ത് ലില്ലാഹി തആല, എവിടെയൊക്കെ ഉലൂഹിയത്ത് നിലനിൽക്കുന്നു അവിടെയൊക്കെ റബ്ബിൻ്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നത്, അതിനെ നിയന്ത്രിക്കുന്നത്, അതൊക്കെ ഖുതുബാനിയത്താണ്. അതാണ് ഖുതുബാനിയത്തിൻ്റെ ഒരു അവസ്ഥ. സുമ്മ ഖിയാമുഹു ബി ബർസഖിയ്യത്തുൽ ഉലമ, മറ്റൊരു ഖുതുബാനിയത്തിൻ്റെ മറ്റൊരു
അവസ്ഥ എന്ന് പറയുന്നത് കുത്തുബാനിയത്തെ ഏറ്റവും വലിയ ബർസഖാണ്. ബർസഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടനില. അപ്പോൾ ഹക്കും ഹൽക്കും തമ്മിലുള്ള ഇടനില, ബൈനൽ ഹക്ക് വൽ ഹൽക്ക്, ഹക്കിൻ്റെയും ഹൽക്കിൻ്റെയും സൃഷ്ടിൻ്റെയും സൃഷ്ടാവിൻ്റെ ഇടയിലുള്ള മധ്യവർത്തിയാണ് ശരിക്കും കുത്തുബ്. സൃഷ്ടാവ് സമയവും സ്ഥലവും വിശേഷണങ്ങളും പേരും ഒന്നും ഇല്ലാത്തവനാണ് സൃഷ്ടാവ്. സൃഷ്ടിക്ക് പേരും വിശേഷണങ്ങളും സമയവും സ്ഥലവും കുറവുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാൾ നിർബന്ധം. അപ്പോൾ അങ്ങനെയുള്ള ഹക്കിൻ്റെയും അള്ളാഹുവിൻ്റെയും അടിമകളുടെയും ഇടയിലുള്ള ഒരു മധ്യവർത്തിയാണ് യഥാർത്ഥത്തിൽ കുത്തുബ്. ഫലായസലു ഇലാ ഹൽക്കി ഷൈഉൻ, ഈ സൃഷ്ടിയിലുള്ള ഒന്നും കിട്ടൂല. കായിനം മാക്കാണ്, അതെന്തെന്നാണെങ്കിലും ശരി, മിനൽ ഹക്കിൽ നിന്ന് ഇല്ലാ ബിഹുക്കുമിൽ കുത്തുബിൻ്റെ നിയന്ത്രണത്തിലൂടെയും കുത്തുബിൻ്റെ കുത്തുബിലൂടെ അല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും ഒന്നും കിട്ടൂല. തവല്ലീഹി നിയാബത്തുഹു അനിൽ ഹഖ് ഫി ദാലിക്, അദ്ദേഹം ആ കുത്തുബ് എന്തായിരിക്കും? അദ്ദേഹം അള്ളാഹുവിൻ്റെ പകരക്കാരനായി നിലനിൽക്കുന്ന ഒരാളായിരിക്കും അവിടെ. തൗസീലിഹി കുല്ലു കിസ്മത്തിൻ ഇലാ മഹല്ലിഹ, അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നത് ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തിന് യോജിച്ച രൂപത്തിൽ ഓഹരി വെച്ച് കൊടുക്കും. അതുകൊണ്ടാണ് വിശ്വാസങ്ങൾ പറഞ്ഞത്, അള്ളാഹു ആണ് നൽകുന്നവൻ, ഞാനാണ് വിതരണം ചെയ്യുന്നവൻ. അത് ഈ കുത്തുബാനിയത്തിൽ മഖാമിൽ കയറി നിന്നുകൊണ്ടും അവിടുന്ന് പറഞ്ഞതാണ്. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുത്തുബും ഒക്കെ അള്ളാഹു അവർക്ക് നൽകുന്നത് ഓരോരുത്തർക്കും ഓഹരി വെച്ച് കൊടുക്കുന്നവരാണ്. അവരിലൂടെ അല്ലാതെ ഒരാൾക്കും ഒന്നും കിട്ടൂല. സുമ്മ ഖിയാമുഹു, അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ ഖിലാഫത്താണ് കുത്തുബാനിയത്ത് എന്ന് പറഞ്ഞാൽ, രണ്ടാമത്തെ ബർസഖാണ് കുത്തുബാനിയത്ത് എന്ന് പറഞ്ഞാൽ, മൂന്നാമത്തെ സുമ്മ ഖിയാമുഹു ഫി വുജൂദി ബി റൂഹാനിയ, ഈ പ്രപഞ്ചത്തിൻ്റെ റൂഹാണ് കുത്തുബാനിയത്ത്. അതായത് നമുക്ക് ശരീരത്തിന് റൂഹുള്ളത് പോലെ, ശരീരത്തിന് നമുക്ക് റൂഹില്ലെങ്കിൽ നമ്മൾ മരിച്ചു പോലെ, അപ്പോൾ ഈ പ്രപഞ്ചത്തിന് റൂഹ് ഉണ്ടാവണം, അതാണ് കുത്തുബാനിയത്ത്. ബികുല്ലി ദർറത്തിൻ മിൻ ദർറാത്തിൽ വജൂദ്, ഈ പ്രപഞ്ചത്തിൽ ഓരോ അണുവിൻ്റെയും റൂഹാണ് കുത്തുബാനിയത്ത്. ജുംലത്തും തഫ്സീലൻ, അത് നമുക്ക് ഒറ്റക്കൊറ്റക്കെടുത്താലും മൊത്തത്തിലെടുത്താലും ശരി. ഫതറാ കൗന കുല്ലുഹു അശ്ബാഹൻ ലാ ഹറക്കത ലഹ, ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും ഒരു ചലനം ഇല്ലാന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. വൈന്നഹ ഹുവ റൂഹുൽ ഖായിമു ഫിഹ, അതിൻ്റെ ഉള്ളിൽ കുത്തുബ് റൂഹായി നിലകൊണ്ടിട്ടല്ലാതെ, അതായത് ഈ പ്രപഞ്ചത്തിലെല്ലാം ചലിക്കുന്നുണ്ടെങ്കിൽ, പ്രപഞ്ചത്തിൽ ഏതൊരു വസ്തുവും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ആത്മാവ് കുത്തുബാനിയത്താണ്. ജുംലത്തും തഫ്സീലൻ, പിന്നെ അതിന് ഓരോന്ന് സെപ്പറേറ്റ് എടുത്താലും മൊത്തത്തിലെടുത്താലും. അപ്പോൾ ഒന്നാമത്തെ പറഞ്ഞു കുത്തുബാനിയത്ത് പറഞ്ഞാൽ ഖിലാഫത്താണ്, രണ്ടാമത്തെ പറഞ്ഞ കുത്തുബാനിയത്ത് എന്ന് പറഞ്ഞാൽ ബർസഖാണ്, മൂന്നാമത്തെ പറഞ്ഞ കുത്തുബാനിയത്ത് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ വജൂദിൻ്റെ റൂഹാണ്. നാലാമത്തേലേക്ക് എത്തിയില്ല. ഖിയാമുഹു ഫിഹ മിൻ അർവാഹിഹ വഅശ്ബാഹിഹ, അപ്പോൾ പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ റൂഹായിട്ട് കൊണ്ടാണ് ആ കുത്തുബ് നിലകൊള്ളുന്നത്. സുമ്മ തസറഫു ഫി മറാത്തിബിൽ ഔലിയ, പിന്നെ നാലാമത്തെ കാര്യം തസറഫു ഫി മറാത്തിബിൽ ഔലിയ, അദ്ദേഹം ഔലിയാക്കന്മാരെ മർത്തബയിലുള്ള അദ്ദേഹത്തിൻ്റെ തസറുഫാത്താണ്. വയദൂഖു മുഖ്തലിഫാത്തി അദ്വാഖിഹിം, അവരുടെ എല്ലാ മർത്തബുകളും അദ്ദേഹം ഉൾക്കൊള്ളുകയും ആ ഔലിയാക്കന്മാരുടെ മുഴുവൻ ആത്മീയമായ രുചികളും അദ്ദേഹം അനുഭവിക്കുകയും ചെയ്യുന്ന ആളായിരിക്കും. അദ്ദേഹത്തിന് അറിയാത്ത ഒന്നും ഉണ്ടാവില്ല, അദ്ദേഹം അനുഭവിക്കാത്ത ഒന്നും ഉണ്ടാവില്ല ഔലിയാക്കന്മാരുടെ ലോകത്ത്. ഫലാ തക്കുൻ മർത്തബത്തൻ ഫിൽ വുജൂദിൽ ആരിഫീന വൽ ഔലിയ ഹാഡിജൻ അന്തൗഖിഹി, ആ ഷെയ്ഖിൻ്റെ ആ കുത്തുബിനറിയാത്ത ഔലിയാക്കന്മാരുടെ മർത്തബയുള്ള ഒരു മർത്തബ ഉണ്ടാവില്ല, ആരിഫീങ്ങളെ മർത്തബയിൽ നിന്നുള്ള ഒരു മർത്തബ ഉണ്ടാവില്ല. എല്ലാ മർത്തബകളും ആ കുത്തുബിനെ അറിയുന്നവനാണ്, അനുഭവിച്ചതാണ്. കുത്തുബിൻ്റെ രുചിയിൽ നിന്നല്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ ഒരു വലിയനും കിട്ടൂല. വഹുവ മുതസദ്ദിഫു ഫീ ജമിഅഹ, ഈ കുത്തുബാണ് ഇവരുടെയൊക്കെ ഈ ഔലിയാക്കന്മാരുടെ മർത്തബകളെ മുഴുവൻ കൈകാര്യം ചെയ്യുന്നത്. മുബിദുലി അർബാബിഹ, അതിൻ്റെ ആളുകൾക്ക് അതിന് സഹായം നൽകുന്നത് കുത്തുബാണ്. വലഹു ഇഹ്തിസാസും ബിശിരിൽ മഖ്തൂം, പിന്നെ അദ്ദേഹത്തിന് വേറൊരു കാര്യം കൊണ്ട്, ഇത് നാലെണ്ണം പറഞ്ഞു, അഞ്ചാമത്തെ ഒരു കാര്യം, അത് അദ്ദേഹത്തിന് മാത്രമുള്ള ഒരു രഹസ്യമാണ്. അല്ലദീ ഇലാ മത്മാലി അഹദി മിൻ ദർഖിഹി, ആ രഹസ്യത്തിലേക്ക് ആർക്കും കടക്കാൻ കഴിയില്ല, അതിലേക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല.
അപ്പോൾ കുത്തുബാനിയത്തിന് 5 അവസ്ഥകളുണ്ടെന്നാണ് പറയുന്നത്. ഒന്നാമത്തത് അദ്ദേഹം വലിയ ഖലീഫത്തുൽ ഉലമയാണ്. രണ്ടാമത്തത് ബർസഖാണ്. മൂന്നാമത്തത് പിന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ റൂഹാണ്. നാലാമത്തത് ഔലിയാക്കന്മാരുടെ മർത്തബകളെയും സ്ഥാനങ്ങളെയും അവരുടെ ആത്മീയമായ രുചികളെയും ഉൾക്കൊണ്ടവരാണ്. അഞ്ചാമത്തെ അദ്ദേഹത്തിന് പ്രത്യേകമായൊരു രഹസ്യമുണ്ട്. ആ രഹസ്യം അത് വളരെ മറക്കപ്പെട്ട ഒന്നാണ്. അതിലേക്ക് ചിന്തിക്കാൻ പോലും, അതിലേക്ക് കടക്കാൻ പോലും ഒരാൾക്കും സാധിക്കില്ല. ഖാല റളിയല്ലാഹു അൻഹു, സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ എന്നെ പറഞ്ഞു മറ്റൊരു സ്ഥലത്ത്, മഅന ബർസഖിയ്യത്തുൽ ഉലമ. ഇവിടെ ബർസഖിയ്യത്തുൽ ഉലമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ അറിയോ? കുത്തുബ് ഏറ്റവും ഉന്നതമായ ബർസഖാണെന്ന് പറഞ്ഞല്ലോ. അതെന്താണ്? ഖിയാമുഹു ബൈനൽ ഖൽഖ് വൽ ഐനൽ ഹഖ് വൽ ഹൽഖ് നിയാബത്തി അനിൽ ഹഖീഖത്തുൽ മുഹമ്മദീയ ഹഖീഖത്തിൻ്റെ ഖലീഫയായിക്കൊണ്ടാണ് ആ ഒരു സ്ഥാനത്ത് അവിടുന്ന് ആ കുത്തുബ് നിലനിൽക്കുക. ഹഖീഖത്തുൽ മുഹമ്മദീയൻ്റെ പ്രതിനിധിയായിക്കൊണ്ടാണ് അവിടെ നിലനിൽക്കുക. വഹ്തിസാസു ഐദൻ ബിതഹ്ഖീഖി ബിഅംരില്ലാ. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, അദ്ദേഹം അള്ളാഹുവിൻ്റെ എല്ലാ കൽപ്പനകളും സാക്ഷാത്കരിച്ച ഒരാളായിരിക്കും എന്നുള്ളതാണ്. ഫി കുല്ലി മർത്തബിൻ മറാത്തിബിൽ വുജൂദിൻ്റെ എല്ലാ മർത്തബകളിൽ നിന്നിട്ടും ലിക്കുല്ലി മർത്തബിൻ, അദ്ദേഹമായിരിക്കും എല്ലാ മർത്തബകൾക്കും വേണ്ടതൊക്കെ നൽകുന്നത്. ഹഖിയൻ മർത്തബ കുല്ലി മർത്തബത്തിൻ, അദ്ദേഹം ഓരോ മർത്തബക്കും നൽകും. ഹഖിയൻ ഔ ഹൽക്കിയൻ, സൃഷ്ടാവിനോടുള്ള മർത്തബ ആവട്ടെ സൃഷ്ടിയിനോടുള്ള മർത്തബ ആവട്ടെ, ഹഖഹ അതിനോട് യോജിച്ച കാര്യങ്ങൾ, ബിഹാ തഹഖീഖുഹു അതായത് കുത്തുബിൻ്റെ പ്രത്യേകത്തിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന് ഹക്കിനോട് ഉള്ള ഉത്തരവാദിത്തങ്ങളുണ്ടാവും, ഹൽക്കിനോടുള്ള സൃഷ്ടികളോടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ടാവും. ഈ സൃഷ്ടിയോടും സൃഷ്ടാവിനോടും ഉള്ള ഉത്തരവാദിത്തത്തിൽ അദ്ദേഹത്തെ പോലെ ആ ഉത്തരവാദിത്തത്തെ പാലിക്കുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല. അദ്ദേഹം അതിനോട് വേണ്ട എല്ലാ അദബുകളും മര്യാദകളും പരിപൂർണമായി പാലിക്കുന്ന ആളായിരിക്കും. ബിമാ തഹഖഖുബിൽ അദബ് വലൈസ ഹാദാ ലി ഐരി മിനൽ ആരിഫീൻ. ഒരു ആരിഫീങ്ങൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ല. എല്ലാ ഹക്കിനോടും ഹൽക്കിനോടും വേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്ന, അവരോട് അനുവർത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും പൂർണ്ണമായി പരിപാലിക്കുന്ന ഒരവസ്ഥ മറ്റ് ആരിഫീങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. വലാ ലിൽ മഫാത്തിഹിൽ കുനൂസ് എന്നറിയപ്പെടുന്ന ഉന്നതരായ ഔലിയാക്കന്മാർക്ക് വരെ ആ ഒരു അവസ്ഥ ഉണ്ടാവില്ല. വഹുവ ഫീ ജമീഇ ഹാദിഹിൽ ഉമൂർ ഖലീഫത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുത്തുബ് ഈ ഒരു അവസ്ഥകളിലൊക്കെയായി നിലനിൽക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫായിക്കൊണ്ടാണ്. മിൻ ദൂനി ജമീൽ ഔലിയ, അവർക്ക് കീഴിലായിട്ടാണ് ബാക്കിയുള്ള ഔലിയാക്കന്മാരൊക്കെ ഉണ്ടാവുക. ഒബിജുംലത്തി, ഇതിൻ്റെ രത്നച്ചുരുക്കം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫഹുവ ഫി ജമീൽ മറാത്തിബ് ബിനസ്ബത്തി ജമീൽ ആരിഫീൻ വമൻ വറാഹും ബിമൻസിലത്തിൽ ഇൻസാനിൽ ഐനി മിനൽ ഐൻ. അദ്ദേഹവും മറ്റ് ഔലിയാക്കന്മാരും അവർക്ക് കീഴിലുള്ള ആളുകളും തമ്മിലുള്ള താരതമ്യം ഏതുപോലെയാണെന്ന് പറഞ്ഞാൽ കണ്ണിലെ കൃഷ്ണമണിയും പോലെയാണ്. അദ്ദേഹം ആ കൃഷ്ണമണിയാണ്. ഈ പ്രപഞ്ചത്തിലെ മറ്റ് ഔലിയാക്കന്മാർ മുഴുവൻ കണ്ണിൻ്റെ മറ്റു ഭാഗങ്ങളാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ കൃഷ്ണമണിയാണ്. ബിഹി ഉർഹമുൽ വുജൂദ്, ആ കുത്തുബിലൂടെയാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ റഹ്മത്ത് നൽകപ്പെടുന്നത്. വബിഹി തഫീദുൽ ഇഫാദ, അദ്ദേഹത്തിലൂടെയാണ് എല്ലാ ആത്മീയമായ ഒഴുക്കുകളും നടക്കപ്പെടുന്നത്. അല ജമീൽ വുജൂദ്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിലേക്കും. വബിഹി യബ്ഖൽ വുജൂദ് ഫി ബഖാൽ വുജൂദ്, ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നും നിലനിൽക്കുന്നത് പോലും അദ്ദേഹത്തിലൂടെ തന്നെയാണ്. അദ്ദേഹത്തിലൂടെ അല്ലാതെ ഈ പ്രപഞ്ചത്തിലും ഒന്നും നിലനിൽക്കുന്നില്ല. ബിൽ ഫാദിമിൽ ജാമി വാദുഹു അനാവിസ്ലഹു ജവാഹിർ, ഇത് ജവാഹിർ മാനിയിലും കിതാബ് ജാമിയിലൊക്കെ ഉദ്ധരണികളാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ജവാഹിർ മാനി എന്നുള്ള ഉദ്ധരണികൾ നമ്മൾ വായിക്കണം, അതിൻ്റെ ബർക്കത്ത് ഒക്കെ പറഞ്ഞിരുന്നു. നമ്മൾ സാധാരണ ബുഗിയത്തുൽ മുസ്തഫീദൊക്കെ വായിക്കുമ്പോഴും എപ്പോഴും അധിക ദർസിലും നമുക്ക് ജവാഹിർ മാനിൽ ഉദ്ധരണി വരാറുണ്ട്, റൂഹുൽ അദബിൽ വരാറുണ്ട്. നമ്മളെപ്പോഴും ജവാഹിർ മാനി വായിക്കുന്നത് പോലെയാണത്. ജവാഹിർ മാനി സെപ്പറേറ്റ് വായിച്ചിട്ടില്ലെങ്കിൽ പോലും. ഫീഹിമായിലൻ, അതുപോലെ കുത്തുബിൻ്റെ വിശേഷണങ്ങൾ പെട്ടതാണ് അൻ സയ്യിദിന റളിയല്ലാഹു അൻഹു, സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, അന്നമിൻ ഔസാഫിൽ കുത്തുബിൻ്റെ വിശേഷണങ്ങൾ പെട്ടതാണ് അൻ യറാ ആലിമൻ കജാഹിൽ, അദ്ദേഹത്തിനെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വലിയ ആലിം, അദ്ദേഹത്തിന് എല്ലാം അറിയുന്ന ഒരു ആലിമായിരിക്കും അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ജാഹിലിനെ പോലെ ആയിരിക്കും, ഒന്നും അറിയാത്ത ഒരാളെ പോലെ. ആളുണ്ടോ അങ്ങനെ ഉണ്ടോ അതറിയോ,
പക്ഷെ അദ്ദേഹത്തിന് എല്ലാം അറിയാം. പക്ഷെ അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഒരു ജാഹിലിനെ പോലെ ആക്കി നിൽക്കുക. അത് കുത്തുബിൻ്റെ വിശേഷണമാണ്. അബുലഹ 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 ഫത്തിനൻ, അദ്ദേഹം ഒരു പാവത്തെ പോലെ ആയിരിക്കും. ഒന്നും അറിയാത്ത ഒരു ഒരു എന്താ പറയുക, ഒരു ആർക്കും കളിപ്പിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരാളായിരിക്കും. പക്ഷേ അതിബുദ്ധിമാനായിരിക്കും. നമുക്ക് ബാഹ്യമായി കാണുമ്പോൾ ഒരു പാവത്തെ പോലെ, ഒന്നും എല്ലാവർക്കും കളിപ്പിക്കാൻ പറ്റുന്ന ഒന്നിനും അങ്ങനെ തോന്നുന്ന ഒരാളായി തോന്നും. പക്ഷേ അങ്ങനെയല്ല, ശരിക്കും ഭയങ്കര ബുദ്ധിമാനാണ്. ബാഹ്യമായി ചിലപ്പോൾ ജാഹിലിനെ പോലെ തോന്നിക്കും, പക്ഷേ എല്ലാം അറിയുന്നവനാണ്. ആഹിദൻ ത്വാരിക്കൻ, പക്ഷെ അദ്ദേഹം നമ്മുടെ അടുത്ത് നിന്ന് പല കാര്യങ്ങളും സ്വീകരിക്കും. നമ്മൾ പൈസ കൊടുത്താൽ സ്വീകരിക്കും, ഗിഫ്റ്റ് കൊടുത്താൽ സ്വീകരിക്കും, എല്ലാം വാങ്ങി വെക്കും. നമ്മൾ വിചാരിക്കും എല്ലാം വാങ്ങി വെക്കുന്ന ആളാണ് മൂപ്പരെന്ന്. ശരിക്കും അതൊക്കെ കൈകൊണ്ട് വാങ്ങുന്നതേ ഉള്ളൂ. താരിക്കാൻ അതൊന്നും ഹൃദയത്തിന് മൂപ്പര് കണക്ഷനില്ല, ഒക്കെ ഒഴിവാക്കുന്ന ആളാണ്. മൂപ്പര് ഇതിനൊന്നും ആവശ്യമില്ല. സാഹിദൻ റായിബൻ, അതേപോലെ നമുക്ക് തോന്നും മൂപ്പര് എപ്പോഴും ഇങ്ങനെ ദുനിയാവിൻ്റെ കൊതിയിലുള്ള ആളാണ്. ദുനിയാവിനെ കൊതിച്ച് നടക്കുകയാണ്, എപ്പോഴും ദുനിയാവ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ വിചാരിക്കും. എന്നാലോ സാഹിദൻ, അദ്ദേഹം എപ്പോഴും ജുഹുദിലാണ്. ബാഹ്യമായിട്ട് മാത്രമേ ദുനിയാവിൻ്റെ കൊതി അദ്ദേഹത്തിന് നമുക്ക് കാണാൻ പറ്റൂ. ആന്തരികമായി എപ്പോഴും മൂപ്പര് ദുനിയാവിനെ തലാക്ക് ചെയ്ത ആളാണ്. സഹലൻ അസീറൻ, അതെനിക്ക് ഭയങ്കര രസകരമായി തോന്നിയൊരു ഭാഗം. സഹലൻ അസീറൻ, നമുക്ക് തോന്നും കുത്തുബ് ഭയങ്കര എളുപ്പമാണെന്ന്, എന്നാൽ അസീറൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹയ്യനൻ സ്വാബൻ, നമുക്ക് ഷേഖിൻ്റെ വിശേഷണങ്ങൾപ്പെട്ട ഹയ്യനൻ സ്വാബൻ, അതായത് വളരെ സൗമ്യനാണെന്ന് നമുക്ക് തോന്നും. എല്ലാത്തിനും ഭയങ്കര സൗമ്യത, എല്ലാം സ്വീകരിക്കുന്നു, കേൾക്കുന്നു, ഭയങ്കര സൗമ്യത, എല്ലാ വിഷയത്തിലും നമ്മളെ ആക്സെപ്റ്റൻസും എല്ലാം ഭയങ്കര സൗമ്യം, എന്ത് ചിരി, എന്ത് സംസാരം, ഭയങ്കര രസമുണ്ടല്ലോ ഒക്കെ അങ്ങനെ തോന്നും. പക്ഷേ സാബൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. അത് നമുക്ക് അതിൻ്റെ ഉള്ളോട്ട് കയറിയവർക്ക് മനസ്സിലാവും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കത് അത്രത്തോളം എളുപ്പമല്ല, സൗമ്യമല്ല. അത് സൗമ്യമാണെന്ന് ബാഹ്യമായി തോന്നുന്നു മാത്രമേ ഉള്ളൂ, കടുപ്പാണ് എന്ന് മനസ്സിലാവും. ഇതൊക്കെ കുത്തുബിൻ്റെ വിശേഷണങ്ങൾ. അങ്ങനെയൊക്കെ ഒരു മനുഷ്യനിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അദ്ദേഹത്തിൽ അത് കുത്തുബിൻ്റെ ലക്ഷണങ്ങളായിട്ട് മനസ്സിലാക്കാം. നമ്മളിതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നോക്കുക. കുത്തുബാണോ, അദ്ദേഹത്തിന് എല്ലാം അറിയണം, ഒന്നും ചോദിക്കേണ്ട, ഒക്കെ അറിയണം. ഒരു ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിരിക്കണം. അദ്ദേഹം ദുനിയാവിനെ തേടുകയേ ചെയ്യരുത്, അതിനാഗ്രഹിക്കുകയേ ചെയ്യരുത്, എല്ലാം എളുപ്പമാക്കി തരണം, എല്ലാം നമുക്കിങ്ങനെ പറഞ്ഞ് എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, ഭയങ്കര സൗമ്യനായിരിക്കണം. ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ നേരെ ഓപ്പോസിറ്റായിരിക്കും നമ്മൾ ശരിക്കും കുത്തുബിൻ്റെ അവസ്ഥയായിട്ട് അള്ളാഹു വെച്ചിട്ടുള്ളത്. അത് അള്ളാഹിൻ്റെ ഹിക്മത്താണ്. അള്ളാഹിൻ്റെ ഖലീഫനെ അള്ളാഹു സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സംരക്ഷണ വലയാണത്. കാരണം അധികം ആൾക്കാരെ അതിലേക്ക് അടുക്കാൻ പാടില്ല, അതുകൊണ്ട് അള്ളാഹു അങ്ങനെ വെക്കുന്നതാണ്. വഫീഹ ഐലൻ, അതുപോലെ തന്നെ കുത്തുബിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ പെട്ടതാണ് എന്നെ സയ്യിദിന റളിയല്ലാഹു സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു ചോദിച്ചത്. സഅല സയ്യിദിന വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദിന ഷെയ്ഖ് റളിയല്ലാഹു സയ്യിദ് വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അൻ മഫാത്തിഹൽ ഖുതൂബ് മഫാത്തിഹൽ ഖുനൂസ് വൽ ഖുതുബ് അയ്യുഹുമാ അല മർത്തബ. മഫാത്തിഹൽ ഖുനൂസ് ആണോ, മഫാത്തിഹൽ ഖുനൂസ് എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ഔലിയാക്കന്മാരെ കൂട്ടാണ്, അവരാണോ ഖുതുബാണോ ഏറ്റവും ഉന്നതമായ മർത്തബയിലുള്ളത്? ഫാജാബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം നൽകി, ബഅന്നഹു ആയിനി ഖുതുബ്, അതായത് ഖുതുബ് അഅ്ലാ മിൻഹും ഫി മഖാമാത്തി വൽ മറാത്തിബ്, ഖുതുബ് മഖാമുകൾ കൊണ്ട് മർത്തബുകൾ കൊണ്ടൊക്കെ അവരെക്കാളൊക്കെ എത്രയോ ഉന്നതരാണ്. വഔറസഹുല്ലാഹ തജല്ലി കാമിൽ മുഹീതത് ബിതജല്ലിയാത്തി കുല്ലഹ, ഖുതുബിന് അള്ളാഹു എല്ലാ തജല്ലിയും, അള്ളാഹുവിൻ്റെ വെളിപാടുകൾ മുഴുവൻ അള്ളാഹു അദ്ദേഹത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. വഔറസുൽ ഇസ്മുൽ ആദം ഫി ബിജമീ ഹാത്തത്തി, അതുപോലെ തന്നെ ഇസ്മുൽ ആദമും അതിനെ ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് അള്ളാഹു ഒരു അനന്തരാവകാശമായി കൊടുത്തിട്ടുണ്ട്. വഔറസുല്ലാ, അതായത് കുത്തുബിന് ഇസ്മുല്ലാദത്തിൻ്റെയും അതിൽ ഉൾക്കൊള്ളുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു നൽകിയിട്ടുണ്ട്. ഔറസുല്ലാഹുൽ മദദ മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാ വാസിത്തത്തിൻ, ഒരു വാസിത്തയും ഇല്ലാതെ, ഒരു മധ്യവർത്തിയുമില്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നേരിട്ടുള്ള സഹായം അദ്ദേഹത്തിന് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. വൗറസു മദദ ജമീൽ ഔലിയ യഖൂനു അലാ യദി, അതുപോലെ തന്നെ മുഴുവൻ ഔലിയാക്കന്മാർക്കും അവരുടെ മദദ് ലഭിക്കുന്നത് ആ കുത്തുബിലൂടെ ആക്കി അള്ളാഹു മാറ്റിയിട്ടുണ്ട്. വതഹരീക ജമാഅത്തി
വതഹരീക കുല്ലി ഹയ്യിൻ, അതുപോലെ തന്നെ എല്ലാ ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും ചലിക്കുന്നതും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതും അതൊക്കെ കുത്തുബിലൂടെ ആയിട്ട് അള്ളാഹു നിർണയിച്ചിട്ടുണ്ട്. വൈമാറാത്തു അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിൻ്റെ അധികാരം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. വതഅലീമു അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിനേക്കാളും ആദരവും സ്ഥാനവും അള്ളാഹു അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. ആഖിറു തഹ്സിൽ ബിഅന്നഹു, അതിൻ്റെ രത്ന ചുരുക്കം എന്താ, അന്നഹു ഖലീഫത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ജമീ മാ ദുക്കിറ. ആ കുത്തുബെന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയാണ് എല്ലാ വിഷയത്തിലും. അതുപോലെ തന്നെ ഒമിൻ കലാമി സയ്യിദിന റളിയല്ലാഹു അൻഹു, സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ വാക്കുകൾ പെട്ടതാണ്. ഫീമാ യതഅല്ലഖ ബിൽ ഖുതുബ്, ഖുതുബിനെ കുറിച്ച് മഹാനവകൾ പറഞ്ഞ വാക്കുകൾ പെട്ടതാണ്. വഅയ്രിഹി മിൻ ദവിൽ മറാത്തിബ് മാനസുഹു, അതിൽപ്പെട്ട വാക്കുകളാണ് മറാത്തിബ് റിജാൽ സലാസൻ, ഔലിയാക്കന്മാരുടെ മക്കാമുകൾ അവരുടെ മർത്തബകൾ 3 എണ്ണാണ്. അൽ-ഊല, ഒന്നാമത്തത് മർത്തബത്തുൽ ആരിഫീൻ, അത് ആരിഫീങ്ങളുടെ മർത്തബയാണ്. അത് വഹിയ ഷുഹൂദുൽ ഹഖ് ഫിൽ മറാത്തിബ്, അത് വ്യത്യസ്തമായ പദവികളിൽ, വ്യത്യസ്തമായ അവസ്ഥകളിൽ, വ്യത്യസ്തമായ അവസ്ഥാന്തരങ്ങളിൽ അവർ അള്ളാഹുവിൻ്റെ ഹക്കിന് സാക്ഷ്യം വഹിക്കലാണ്. അപ്പോൾ ആരിഫീങ്ങൾ എന്ത് ചെയ്യും, അവർക്ക് അനുഭവപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ അതിലൂടെയൊക്കെ അള്ളാഹുവിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരവസ്ഥ അവർക്കുണ്ടാകും. അതാണ് ഒന്നാമത്തെ മർത്തബ. അസാനിയത്ത്, രണ്ടാമത്തെ മർത്തബത്തുൽ അഫ്റാദ്, അഫ്രാദീങ്ങളായ ഔലിയാക്കന്മാരെ മർത്തബയാണ്. ഒന്നാമത്തത് ആരിഫീങ്ങളാണെങ്കിൽ രണ്ടാമത്തത് അഫ്രാദീങ്ങൾ, അവരെക്കാൾ ഉയർന്ന ആളുകളാണ്. അവരുടെ പ്രത്യേകത എന്താ, ഓഹിയ ഷുഹൂദുൽ ഹഖ് ലാ ഫി മർത്തബ, അവർ ഈ മർത്തബയിലൂടെ അല്ല ഹക്കിനെ സാക്ഷ്യം വഹിക്കുന്നത്, മർത്തബൻ്റെ അപ്പുറത്ത്. അത് ഏതൊരു കാര്യം കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും അതിലൂടെയൊക്കെ അള്ളാഹിനെ സാക്ഷ്യം വഹിക്കുന്നവരാണ് ആരിഫീങ്ങൾ. എന്നാൽ ഏതൊരു കാര്യവും അനുഭവിക്കുന്നതിന് സാക്ഷ്യം വഹിക്കുന്നതിന് മുമ്പ് തന്നെ ഹക്കിനെ സാക്ഷ്യം വഹിക്കുന്നവരുണ്ട്. അതായത് ഹക്കിനെ അവർ സാക്ഷ്യം വഹിക്കുന്നുള്ളൂ, വേറൊന്നിനും സാക്ഷ്യം വഹിക്കുന്നില്ല. അങ്ങനത്തെ ആളുകൾ അവരാണ് അഫ്രാദീങ്ങൾ. മൂന്നാമത്തെ മർത്തബത്തുൽ കുത്തുബിൻ്റെ മർത്തബാണ്. വഹിയ ഫി ഗൈബിൽ ഗൈബ്, അത് ഏറ്റവും മറഞ്ഞ നിഗൂഢമായ ഒന്നാണ്. മഖ്തൂമത്തുൻ ലാ തദ്കുർ, അത് മറഞ്ഞ ഏറ്റവും നിഗൂഢമായ ഒന്നാണ്. ഇത്രത്തോളം തന്നെ അത് പറയപ്പെടാൻ പറ്റൂല, അതെന്താണെന്ന് പറയാൻ പറ്റൂല. വലാ യാരിഫുഹ ഇല്ലാ സാഹിബുഹ, അത് അതിൻ്റെ ഉടമക്കല്ലാതെ വേറെ ആർക്കും അത് മനസ്സിലാവുകയോ അറിയുകയോ ചെയ്യൂല. ആ കുത്തുബാനിയത്തിൻ്റെ ഉടമക്കല്ലാതെ അതിൻ്റെ യാഥാർത്ഥ്യം ആർക്കും മനസ്സിലാവുന്നില്ല. വഹുവൽ കുത്തുബുൽ ജാമിയ, അത് കുത്തുബുൽ ജാമിയാണ്. ലഅന്ന ലഹു മർത്തബത്തൈൻ സാബിഖൈൻ, അദ്ദേഹത്തിന് മറ്റ് 2 മർത്തബകളും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവും. വഹിയ ഷുഹൂദുൽ ഹഖ് ഫിൽ മറാത്തിബ് ലിത്തസറുഫ് ഫിൽ ഖൗൻ ഫി ഖൈരി മറാത്തിബ് അയ്ദൻ, അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാത്തിലും അള്ളാഹുവിനെ കാണുന്ന അവസ്ഥയുണ്ടാവും. ഒന്നുമില്ലെങ്കിലും അള്ളാഹുവിനെ മാത്രമേ കാണുന്നു, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അള്ളാഹിനെ മാത്രമേ കാണുന്നുള്ളൂ എന്ന അവസ്ഥ അവർക്കുണ്ടാവും. ഇത് മുഴുവൻ അദ്ദേഹം ചെയ്യുന്നത് ഈ മർത്തബയിലൂടെയൊക്കെ അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ കൈകാര്യം ചെയ്യുന്നുണ്ടാവും. എന്നാൽ അദ്ദേഹത്തിന് സ്പെഷ്യലായ വേറൊരു മർത്തബ ഉണ്ട്, ആ മർത്തബ ആർക്കും അറിയില്ല. വൽഹു ഹാദിഹിൽ മർത്തബത്തുൽ മഖ്തൂമത്ത് ലാ യുശാരികു ഫിഹാ ഗൈറുഹു, എന്നാൽ അദ്ദേഹത്തിന് സ്പെഷ്യലായ ഒരു മർത്തബ ഉണ്ട്. ആ മർത്തബയിലേക്ക് ആർക്കും പങ്കില്ല, അതിലേക്ക് ആർക്കും എത്തി നോക്കാൻ തന്നെ സാധിക്കൂല. വാൻ സയ്യിദിന റളിയല്ലാഹു അൻഹു, സയ്യിദിന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളിൽ നിന്ന് മറ്റൊരു റിപ്പോർട്ട്, അന്ന മിൻ അക്റമല്ലാഹു ബിഹി കുതുബുൽ അഖ്താം, അള്ളാഹു തആല കുതുബുൽ അഖ്താബിന് ഏറ്റവും ഉന്നതനായ കുതുബിന് അള്ളാഹു നൽകിയ ബഹുമതിയിൽപ്പെട്ടതാണ് അൻ യുഅല്ലിമുഹു ഇൽമ മാ ഖബല വജൂദിൽ ഖൗൻ, ഈ പ്രപഞ്ചം ഉണ്ടാക്കപ്പെടുന്നതിന് മുമ്പുള്ള ഇൽമുകളൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് നൽകി എന്നുള്ളത്. വമാ വറാഹു, അത് കഴിഞ്ഞാലുമുള്ള കാര്യങ്ങൾ, പ്രപഞ്ചത്തിന് മുമ്പും പ്രപഞ്ചത്തിന് ശേഷവും ഉള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അള്ളാഹു അറിയിച്ചു കൊടുത്തു എന്നുള്ളത്. വമാ ലാ നിഹായത ലഹ, ഒരറ്റവുമില്ലാത്ത അറിവുകളൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തു എന്നുള്ളത് അതിൽ പെട്ടതാണ്. വാൻ യുഷഹിദ ദാതു ബിഐനി ദാത്ത്, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അദ്ദേഹം അള്ളാഹുവിൻ്റെ ദാത്തിനെ അള്ളാഹിൻ്റെ ദാത്ത് കൊണ്ട് തന്നെയാണ് കാണുന്നത്. വഅൻ യുഅല്ലിമുഹു ജമീഉൽ അസ്മാ, ഇതൊക്കെ ആരിഫീങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവും ഈ കാര്യങ്ങൾ. കാരണം മറ്റുള്ളവർക്കൊന്നും അള്ളാഹിൻ്റെ ദാത്തിലേക്ക് പ്രവേശനമില്ല, കുത്തുബിനല്ലാതെ കുത്തുബിന് മാത്രമേ ദാത്തിലേക്കുള്ള പ്രവേശനമുള്ളൂ. വഅൻ യുഅല്ലിമുഹു ജമീഉൽ അസ്മാ, അദ്ദേഹം എല്ലാ അസ്മാകൾ അറിയുന്നവനായിരിക്കും. അൽ ഖായിമു ബിഹ നിലാമ കുല്ലു ദുർറത്തിൻ മിനൽ വജൂദ്, ഈ പ്രപഞ്ചത്തിലെ ഓരോ അണുവും ഈ അസ്മാകൾ കൊണ്ടാണ് നിലനിൽക്കുന്നത്. ഇവിടെയുള്ള ഓരോ വസ്തുക്കളും ആ വസ്തുക്കളിൽ ഓരോന്നിലും അള്ളാഹുവിൻ്റെ അസ്മാകളുണ്ട്. ആ അസ്മാകൾ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ വസ്തു നിലനിൽക്കുന്നത്.
ആ അസ്മാകളെക്കുറിച്ചൊക്കെ അള്ളാഹു അദ്ദേഹത്തിന് അറിവ് നൽകും. വഹിയ അസ്മാഉൽ ആലിയ, അത് ഉന്നതമായ അസ്മാകളാണ്. വയ്യഹ്തസ്സുഹു ബി അസ്റാരി ദാഇറത്തുൽ ഇഹാത്ത, അപ്പം എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആത്മീയമായ വൃത്തത്തിൻ്റെ രഹസ്യങ്ങളും അദ്ദേഹത്തിന് അള്ളാഹു പ്രത്യേകമായി നൽകും. വജമീ ഫുയൂദാത്തി ഫുയൂലിഹി ഒമാഹ്തഫാലി, അതിൽ ഉൾക്കൊള്ളുന്ന എല്ലാ ഫുയൂദുകളും അദ്ദേഹത്തിന് അള്ളാഹു നൽകും. അതായത് എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ആത്മീയമായ ദായറകളുണ്ട്. ആ ദായറകളുടെ അസ്റാറുകളും അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു അദ്ദേഹത്തിന് പ്രത്യേകമായി നൽകും. വബിഹാദിഹിൽ ഹുസ്സു അൻ റൂസുൽ അഫ്റാദ്, ഈ ഒരു കാരണം കൊണ്ടാണ് അദ്ദേഹം ഒക്കെ നേതാവായി മാറുന്നത്. അല്ലദീഹും മഫാത്തിയൽ കുനൂസ്, മഫാത്തിയൽ കുനൂസായ ആളുകൾ, അഫ്രാദുകളായ മഹത്തുക്കളൊക്കെ നേതാവാകുന്നത് ഈ കാരണം കൊണ്ടാണ്. കാരണം അവർക്കിത് അറിയില്ല. വലായാലും വന്നഹു ഹാസത്തുംബി, അവർക്ക് ഈ ഒരു കാര്യങ്ങൾ അറിയില്ല. ഈ ഉന്നതമായ ദായറകളും അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഈ കുത്തുബിന് മാത്രമേ അറിയുള്ളൂ, അവർക്കറിയില്ല. അതുകൊണ്ട് അവരൊക്കെ നേതാവായിട്ട് കുത്തുബുണ്ടാകുന്ന ഈ കാരണം കൊണ്ടാണ്. ഇല്ല അഹ്ലു ദായറത്തിലെ ഹാത്ത, എന്നാൽ ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ ചില ആൾക്കാരുണ്ട്, അവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും, കുത്തുബിനെ അറിയാൻ പറ്റും. കുത്തുബിനെ അറിയാൻ പറ്റും എന്ന് പറഞ്ഞാൽ കുത്തുബിനെ ആർക്കും അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കുത്തുബിന് മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞാൽ കുത്തുബ് മാത്രമായി പോലും അങ്ങനെയല്ല. കുത്തുബും അറിയിച്ചു കൊടുക്കുന്നവർക്ക് അറിയാൻ പറ്റും, എന്നാൽ വേറെ ആർക്കും അറിയാൻ പറ്റില്ല. എന്നാൽ കുത്തുബാനീയത്തിന് രഹസ്യമുണ്ട്, ആ രഹസ്യം കുത്തുബിന് മാത്രമേ അറിയുള്ളൂ. കുത്തുബിനെ അറിയിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും, വേറെ ആർക്കും അറിയാൻ പറ്റില്ല. അപ്പോൾ ആ അറിയിച്ചു കൊടുക്കുന്ന ആൾക്കാർ ഈ ദായറിൻ്റെ ഉള്ളിലുള്ളവരായിരിക്കും, ഈ ആത്മീയമായ വൃത്തത്തിൻ്റെ ഉള്ളിലുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് സയ്യിദ്നാ ശൈഖ് അഹ്മദ് തിജാനി തങ്ങൾ പറയുന്നുണ്ട്, ഒരു തിജാനി മുരീദ് ബയ്യത്ത് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം പ്രത്യേകമായ ഒരു ദായറയിലായിരിക്കും, ഒരു പ്രത്യേകമായ ഒരു ലോകത്തായിരിക്കും. ആ ലോകത്തേക്ക് ഈ പ്രപഞ്ചത്തിൽ ഒരാൾക്കും പ്രവേശനമില്ല. അതുകൊണ്ടാണ് തിജാനികൾ വേറെ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യരുതെന്ന് പറയുന്നത്. കാരണം അത് അവർക്ക് വെളിവാക്കിയിട്ടില്ല എന്നേ ഉള്ളൂ. അവരാ പ്രത്യേക ലോകത്താണ്, ആ ലോകത്തേക്ക് വേറെ ആർക്കും പ്രവേശനമില്ല. അപ്പോൾ ഈ കുത്ബാനീയത്തിൻ്റെ മഹത്വത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിക്കുന്ന ആളുകൾ അള്ളാഹു വെച്ചിട്ടുണ്ടാവും. അത് ആ വെച്ച ആൾക്കാർ ഈ ദായറിൻ്റെ ഉള്ളിലായിരിക്കും, അവർക്ക് മനസ്സിലാവും ആ പ്രവേശത്തെ. ഇപ്പോൾ ഇതുപോലെ ദായറിന് ഉദാഹരണം പറഞ്ഞാൽ 1-ാം ക്ലാസ് 2-ാം ക്ലാസ് 3-ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ 1-ാം ക്ലാസ്സിലെത്തിയ ആൾ എത്ര നന്നായിട്ട് പഠിച്ചാലും 2-ാം ക്ലാസ്സിൽ ഏറ്റവും താഴ്ന്ന പഠിച്ച ആളുകളുടെ അടുത്തേക്ക് എത്തൂലല്ലോ. അപ്പോൾ കാരണം 2-ാമത്തെ ആൾ വേറെ ദായറയിലാണ്, വേറെ ക്ലാസ്സിലാണ്. അപ്പം കുത്തുബാനീയത്തിന് ഉൾക്കൊള്ളുമ്പോൾ കുത്തുബാനീയത്തിന് അള്ളാഹു എല്ലാത്തിനും ഉൾക്കൊള്ളുന്ന എല്ലാ ദായറകളും അള്ളാഹു വെളിവാക്കി കൊടുക്കും. എന്നാൽ ആ കുത്തുബാനീയത്തിൻ്റെ ദായറയിലേക്ക് പ്രവേശനം ലഭിച്ച ചില ആളുകൾക്ക് ആ കുത്തുബിനെ മനസ്സിലാവും, അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെന്ന്. എന്നാൽ അതിൻ്റെ പുറത്തുള്ള ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. ഫഇന്നഹും യഅലമൂന അന്നഹു ഹാസ്സുൻ ബിഹി, ആ ദായറിൻ്റെ ഉള്ളിലുള്ള ആളുകൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിന് ആ പ്രത്യേകത ഉണ്ട് എന്നുള്ളത്. എന്നാലോ അമ്മൽ മഷ്ഹദുഹു, അദ്ദേഹം അള്ളാഹുവിന് സാക്ഷ്യം വഹിക്കുന്ന ഒരു പൊസിഷനുണ്ട്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫലാ ഇൽമലഹും ബി, അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. അദ്ദേഹം എങ്ങനെയാണ് ഹക്കിന് സാക്ഷ്യം വഹിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം സാക്ഷ്യം വഹിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ദായറ ഏതാണ്, അദ്ദേഹത്തിന് എല്ലാം അള്ളാഹു വെളിവാക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ ആ ദായറയിലുള്ള ആളുകൾക്ക് മനസ്സിലാവും. പക്ഷെ അദ്ദേഹം എങ്ങനെയാണ് സാക്ഷ്യം വഹിക്കുന്നത് ആർക്കും അറിയില്ല. ലിഅന്നഹും യദ്ഖുലു ഹദ്റത മിൻ ബാബിൻ മുഹ്ദ, കാരണം ആ ഒരു ദൈവികമായ ഹദ്റത്തിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത് ഒരു ആർക്കും അറിയാതെ ഒരു ഉള്ളിലൂടെയുള്ള വഴിയിലൂടെയാണ്. ആർക്കും ആ വഴി അറിയില്ല. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് സാക്ഷ്യം വഹിച്ചതെന്ന് ആർക്കും അറിയില്ല. വഹുവ മഹജൂബുൻ അൻഹും, അത് അദ്ദേഹം പ്രവേശനം നൽകിയ ആ ദായറയിലുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല. നസബുഹു സയ്യിദ്ന റളിയല്ലാഹു അൻഹു ശൈഖി അബുൽ ഹസൻ ഷാദുലി, ഈ കാര്യത്തെ സയ്യിദി അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ വാക്കുകളാക്കി സയ്യിദ്ന ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ജവാബ് സയ്യിദ്ന റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉത്തരങ്ങളിൽപ്പെട്ടതാണ്. ലിമൻ സഅലഹു ഹഖീഖത്തുൽ വലി, ഒരു വലിയിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് പറഞ്ഞ ചോദ്യത്തിന് ഉത്തരത്തിൽപ്പെട്ടതാണ് തസ്രീഹു മിൻഹു റളിയല്ലാഹു അൻഹു, അവിടുത്തെ ഈ വാക്കുകൾ എന്താണത്? യന്നഹു ലാ യുഹീതു ബിമാ അരിഫത്തി അഹ്കാമു ശരിയ, കാരണം യഥാർത്ഥത്തിലുള്ളൊരു വലിയ ഇന്നഹു ലാ യുഹീതു ബിമാ അരിഫത്തി അഹ്കാമു ശരിയ വ ജമീഅൽ ഉലൂം അല്ലത്തി യഹ്താജു ഇലന്നാസ് ഇല്ലാ കുതുബുൽ ജാമിയ, അതായത് ശരീഅത്തിൻ്റെ മുഴുവൻ അഹ്കാമുകളും മനുഷ്യന്മാരറിയേണ്ട എല്ലാ അറിവുകളും കാലഘട്ടത്തിന് കുത്തുബിനല്ലാതെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്മാരറിയേണ്ട എല്ലാ വിജ്ഞാനങ്ങളും
ശരീഅത്തിൻ്റെ എല്ലാ തലങ്ങളും കാലഘട്ടത്തിൻ്റെ കുത്തുബിനല്ലാതെ ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ കുത്തുബാനിയത്തിലെത്തിച്ച ഒരു മഹാനെ നമ്മൾ മനസ്സിലാക്കിയാൽ പിന്നെ അവരെ നമ്മൾ ശരീഅത്തുകൊണ്ട് അളക്കാൻ നിൽക്കരുത്. ശരീഅത്ത് അവരോളം ശരീഅത്ത് അറിയുന്നവർ വേറെ ആരുമില്ല. അങ്ങനെ നമ്മൾ പഠിച്ച ശരീഅത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കേണ്ട, അല്ലാതെ അദ്ദേഹത്തിൻ്റെ ശരീഅത്തിന് നമ്മൾ അളക്കാൻ നിൽക്കരുത്. കാരണം അദ്ദേഹത്തോളം ശരീഅത്തിനെ ഉൾക്കൊണ്ടവർ വേറെ ആരുമില്ല. ലിഅന്നഹു ഹുവ ഹാമിലു ശരീഅത്ത് ഫീ കുല്ലി അസർ. കാരണം ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധമായ ശരീഅത്തിനെ ഉൾക്കൊള്ളുന്ന വഹിക്കുന്നവരാണവർ. വലഹു ഖാന ഉമ്മിയൻ, അവർ ഉമ്മിയാണെങ്കിൽ പോലും ലം തസ്ബിഖു ലഹു ഖിറാഅത്ത്, അദ്ദേഹം ഒന്നും വായിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് കിതാബൊന്നും ഓതി പഠിച്ചിട്ടില്ല, അതുകൊണ്ട് മൂപ്പരെ അളക്കാൻ പറ്റില്ല. അദ്ദേഹം അക്ഷരങ്ങളൊന്നും പഠിക്കാത്ത ആളാണ്, അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ കുത്തുബാവില്ല എന്നും വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം ചിലപ്പം പഠിച്ചിട്ടുണ്ടാവില്ല, കിതാബ് ഓതിയിട്ടുണ്ടാവില്ല. എന്താണെങ്കിലും അദ്ദേഹമാണ് ശരീഅത്തിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആൾ. അദ്ദേഹം ആണ് ആ കാലഘട്ടത്തിലെ ശരീഅത്തിൻ്റെ വക്താവ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ശരീഅത്ത് പോയി പരിശോധിക്കാൻ നിൽക്കരുത്. ഫീ ബഅദി അജ്വാബി സയ്യിദിനാ റളിയല്ലാഹു അൻഹു, സയ്യിദിനാ ശൈഖ് റളിയല്ലാഹു അൻഹു നൽകിയ ഉത്തരങ്ങളിൽപ്പെട്ടതാണ് തസ്രീഹ്, ഈ വാക്ക്. അന്ന കുത്തുബുൽ അഖ്താബ് എന്ന് പറയുന്നത് മുന്തു ജുലൂസു അല കുർസിയിൽ കുത്തുബാനിയത്തിൻ്റെ ഇരിപ്പിടത്തിൽ അദ്ദേഹം ഇരുന്നത് മുതൽ ലാ തഖാ ബൈനഹു വ ബൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാബിയ്യത്തുൻ അസ്ലൻ, അദ്ദേഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഇടയിൽ ഒരു മറയുണ്ടാവില്ല. അദ്ദേഹം കുത്തുബാനിയത്തിൽ ഇരുന്നത് മുതൽ അദ്ദേഹം റസൂലുള്ളാഹിയുടെ ഇടയിൽ ഒരു മറയില്ല. വഹൈസുമാ ജഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിൻ ഹദ്റത്തുൽ ഐബിയായ ഹദ്റത്തിലും മിൻ ഹദ്റത്തുൽ ഷഹാദത്തിൻ്റെ, അതായത് ഹക്കിനെ അനുഭവിക്കുന്ന അവസ്ഥയിലും സൃഷ്ടിനെ അനുഭവിക്കുന്ന അവസ്ഥയിലും എവിടേക്കൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നുണ്ടോ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കിനെ അനുഭവിക്കുന്ന അവസ്ഥയിൽ എവിടെയൊക്കെ പോകുന്നുണ്ടോ, റസൂലുള്ളാഹി സൃഷ്ടിനെ അനുഭവിക്കുന്ന അവസ്ഥയിൽ എവിടെയൊക്കെ പോകുന്നുണ്ടോ, അവിടെയൊക്കെ ഇല്ലാ വഅയ്നു കുത്തുബുൽ അഖ്താബ് മുതമക്കിനും ഫി നദറിലെ, അവിടേക്കൊക്കെ ആ കാലഘട്ടത്തിലെ കുത്തുബിനും നോക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് നോക്കാൻ പറ്റാത്തതുണ്ടാവില്ല. അപ്പോൾ അതിനർത്ഥം റസൂലുള്ളാഹി ആത്മീയമായും ഭൗതികമായും എവിടെ പോയാലും അവിടേക്കൊക്കെ കുത്തുബിനും പോകാൻ പറ്റും. അതാണ് കുത്തുബാനിയത്തിൻ്റെ അവസ്ഥ. കുത്തുബിനും ആ റസൂലുള്ളാഹിയുടെ ഇടയിൽ മറകൾ ഉണ്ടാവില്ല. ലാ യഹ്തജിബു അൻഹു ഫീ കുല്ലി ലഹദത്തി മിൻ ലഹദാത്ത്, ഒരു നിമിഷം പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് വേർപിരിയൂല. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതിൽ ചെറിയൊരു കുറിപ്പ്, കുത്തുബിന് 360 ശരീരങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. 366 ശരീരങ്ങൾ, അതിനെക്കുറിച്ച് പറയുന്നൊരു ഭാഗത്ത് ചെറിയൊരു കുറിപ്പ് വായിക്കാനുണ്ട്. അല്ലമ്മ അക്കൻസുസ് റളിയല്ലാഹു അൻഹു തൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, കുത്തുബിന് ഒരേ സമയം 366 ശരീരങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അവർ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല അൽ-ഇബ്രീസ് എന്ന ഗ്രന്ഥത്തിൽ ഷെയ്ഖ് സയ്യിദി അബുൽ അബ്ബാസ് അദ്ദബ്ബാഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതിൻ്റെ ബാഹ്യാർത്ഥം സൂചിപ്പിക്കുന്നത് കുത്തുബ് അല്ലെങ്കിലും അള്ളാഹുവിൽ നിന്ന് ഫത്ഹ് ലഭിച്ച ഏതൊരാൾക്കും അതിന് കഴിയുമെന്നാണ്. കാരണം സ്വന്തം യഥാർത്ഥ അസ്തിത്വത്തിന് പുറമെയുള്ള ഒരു അധിക രൂപങ്ങളെല്ലാം ആത്മീയമായ അസ്തിത്വങ്ങളാണ്. വലിയൻ്റെ ആത്മാവ് ആഗ്രഹിക്കുമ്പോൾ അവയിലൂടെ രൂപമെടുക്കുന്നു. ആത്മാവ് എന്നത് പരിശുദ്ധനായ അള്ളാഹുവിൻ്റെ കൽപ്പനയിൽപ്പെട്ടതാണെന്നും മനുഷ്യൻ്റെ ബുദ്ധിക്ക് അത് ഗ്രഹിക്കാൻ സാധിക്കില്ലെന്നും അറിയപ്പെടുന്ന കാര്യമാണല്ലോ. ഖലീബുൽ ബാൻ എന്ന മഹാൻ്റെ സംഭവം സൂഫികളുടെ ഗ്രന്ഥങ്ങൾ വളരെ പ്രശസ്തമാണ്. ഷെയ്ഖ് ഷാറാനിയും മറ്റുള്ളവരും അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വ്യക്തമായതിനു ശേഷം വിഷയത്തിൽ സംശയിച്ചു നിൽക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കുത്തുബിന് 366 ശരീരങ്ങളുണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കുത്തുബാനിയത്തിൽ എത്തണം തന്നെ നിർബന്ധമില്ലാത്ത ശരീരങ്ങൾ ഉണ്ടാവാമെന്ന് പറയാം. ഉന്നതരായ ആരിഫീങ്ങൾക്കും ആ ശരീരങ്ങൾ ഉണ്ടാവാം. അവർക്ക് മറ്റ് ശരീരങ്ങളിൽ അതിൻ്റെ തസറുഫാത്തുകൾ നടത്താം. അവർക്ക് മറ്റു ശരീരങ്ങളിലൂടെ അവർക്ക് വെളിവാവാം. അവരിലൂടെ ആ ശരീരങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്താം, മറ്റ് ശരീരങ്ങൾ അവർക്ക് ഉപയോഗപ്പെടുത്താം. അത് പല സ്ഥലങ്ങളിലും സമയങ്ങളിലുമായിട്ട് അവർക്ക് വെളിവാവാം. ഇതിനൊക്കെ ഉന്നതരായ ആരിഫീങ്ങൾക്ക് സാധിക്കും. ആ കുത്തുബന്നെ ആവണം നിർബന്ധമില്ല എന്ന് പറയാണ്.
അതിന് ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു മഹാൻ, പിന്നെ ഷെഹ്റാൻ ഇമാമിൻ്റെ കിതാബിലുള്ളതാണ്. അദ്ദേഹം നിസ്കരിക്കുന്നില്ല എന്ന് ബാഹ്യമായി എല്ലാവരും കംപ്ലൈൻറ്റ് പറഞ്ഞു, നിസ്കരിക്കുന്നില്ല. അപ്പോൾ ആൾക്കാർ പരിശോധിക്കാൻ വേണ്ടി പോയി. അവിടെ അപ്പോൾ മൂപ്പരെണ്ണം അവിടെ വീട്ടിലിരിക്കുന്നുണ്ട്, നിസ്കരിക്കാൻ പോയിട്ടില്ല, ജുമാൻ്റെ സമയമാണ്. അപ്പം മൂപ്പരെ പിടികൂടി വിചാരണക്ക് വിധേയമാക്കിയപ്പോൾ പിന്നീട് ആളുകൾ പറയാൻ തുടങ്ങി മൂപ്പര് മക്കത്ത് അവിടെ നിസ്കരിക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂപ്പര് ഷാമിൽ ഓരോ കൂടെ വേറെ ആൾക്കാരുടെ കൂടെ നിസ്കരിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ പല ആൾക്കാരുടെ കൂടെ നിസ്കരിക്കാനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം അദ്ദേഹത്തിനെ വെറുതെ വിടുകയും ചെയ്തത്. ഇത് ഒരുപാട് ഔലിയാക്കന്മാരുടെ കാര്യത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ട്. കുത്തുബാവണം തന്നെ നിർബന്ധമില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഔലിയാക്കന്മാർക്ക് സി.എം. വലുതാൻ്റെ ഒക്കെ വിഷയത്തിലൊക്കെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സാധാരണ കേൾക്കാറുള്ളതാണ്. സംഭവം യാഥാർത്ഥ്യങ്ങളുമാണ് അതൊക്കെ. അപ്പോൾ അത് കുത്തുബന്നാവണമെന്നില്ല. അങ്ങനെ വ്യത്യസ്തമായ ശരീരത്തിൽ അദ്ദേഹം വെളിവാവുക എന്ന് പറയുന്നത് കുത്തുബാനിയത്തിൻ്റെ മാത്രം വിശേഷണമല്ല എന്ന് പറയാണ് ഈ കുറിപ്പിലൂടെ. ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹ് ഖൈർ.